രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ അളകർ രാജ് ബ്രദറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തമിഴ്നാട് തേനിയിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ തൻ്റെ ജീവിതാനുഭവം ഇപ്പോൾ താൻ പാലക്കാട് പാർത്തുകൊണ്ട് വടക്കാഞ്ചേരിയിൽ ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ തൻ്റെ സാക്ഷ്യം അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സവിസ്തരം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ അളകർ രാജ് ബ്രദറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ഈ സാക്ഷി പകർവാൻ അരോമാ ടിവിയിൽ എന്നെ ക്ഷണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ എൻ്റെ സാക്ഷ്യം പകർന്ന് പലർക്കും അത് ആശ്വാസമായിരിക്കാൻ അവസരമൊരുക്കിയ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അരോമാ ടിവി അംഗ എല്ലാവർക്കും ഞാൻ യേശു നാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് അളകർ രാജാണ്. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്ട് വടക്കഞ്ചേരിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വൈഫ് ലീഫി. ഞങ്ങൾക്ക് കുട്ടികളില്ല. ഞങ്ങൾ ഇപ്പോൾ തനിച്ചാണ്. ദൈവത്തെ ഞങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്നു. രഘുബോധ് പുരേർ ഹൗസിൽ പറഞ്ഞിട്ട് പ്രാർത്ഥന വീട്ടിൽ വെച്ച് നടത്തുന്നില്ല, എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എൻ്റെ വചനങ്ങൾ, രഘുബോധ് പുരേർ ഹൗസിൻ്റെ വചനങ്ങൾ പലർക്കും അത് അയച്ചുകൊണ്ടിരിക്കുന്നു. പലരും ആശ്വാസമായി ഞങ്ങൾ വിളിക്കുകയും പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവം ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ബാല്യകാലം നാം പറയുന്നു. എൻ്റെ സ്വന്തം സ്വദേശം തേനി ഡിസ്ട്രിക്ട്, തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്ട്, ബോഡിയും പറയും. ആ സ്ഥലത്തിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ കുടുംബ പശ്ചാത്തലം പറയുന്നത്, ഞങ്ങൾ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ്. അതും തറവാട് ദൈവങ്ങളെ പൂജിക്കുന്ന കളിമണ്ണ് കൊണ്ട് മൺപാണ്ടുകളും വിഗ്രഹങ്ങളും ചെയ്ത് വന്ന പാരമ്പര്യത്തിലാണ് ഞാൻ വന്നത്. അതിൻ്റെ തറവാട് ദൈവങ്ങളുടെ ഒരു പൂസാരിയായിട്ട് സാമിയാടിയായിട്ടും എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞാനും ചെറുപ്പം തൊട്ട് തന്നെ അതിലെ എൻ്റെ സിദ്ധ പോകാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ അവർ ചെയ്ത തൊഴിലെ വിട്ടിട്ട് ബേക്കറി തൊഴിലേക്ക് വന്നു. ബേക്കറി തൊഴിൽ ചെയ്തപ്പോൾ ബേക്കറി തൊഴിലും ഞാൻ എപ്പോഴും 8 വയസ്സ് തൊട്ട് ഞാൻ ബേക്കറി തൊഴിൽ ചെയ്യാൻ തുടങ്ങി. ഇതിൽ പഠിത്തമും ഉണ്ട്. പക്ഷെ കുടുംബത്തിലെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 10 വയസ്സിലെ എൻ്റെ കുടുംബത്തിലെ ഭാരങ്ങൾ അറിയാൻ തുടങ്ങി, കഷ്ടങ്ങൾ അറിയാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ പേര് ബാൽരാജാണ്. എൻ്റെ അമ്മയുടെ പേര് പൊന്നമ്മാൾ. എൻ്റെ സഹോദരികൾ 2 പേരുണ്ട്, വിവാഹം കഴിഞ്ഞ്. എൻ്റെ സഹോദരൻ ഒരുത്തനുണ്ടായിരുന്നു, അവന് വിവാഹം കഴിഞ്ഞ് മരിച്ചു. 2016 മരിച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം ബന്ധങ്ങൾ ആരുമില്ല, എല്ലാവരും ഞങ്ങൾ വിട്ടു വിലകി അങ്ങനെ പോയിക്കൊണ്ട് ഉണ്ടായിരുന്നു. ഈ സമയത്തിലാണ് കുടുംബ കഷ്ടങ്ങൾ, ഭാരങ്ങൾ എല്ലാം ഉള്ള സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര കഷ്ടമുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് ഞാൻ പഠിക്കാൻ പോയി. അവിടെയാണ് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. അതിനുശേഷം വീണ്ടും മേൽക്കൊണ്ട് പഠിക്കാൻ, IT പഠിക്കാൻ എനിക്ക് എൻ്റെ മാമനാണ് എല്ലാം എനിക്ക് ചെയ്തു കൊടുത്തത്. എൻ്റെ അച്ഛൻ ചെയ്യ വേണ്ടിയ എല്ലാ സ്ഥാനത്ത് നിന്ന് എൻ്റെ മാമൻ എനിക്ക് എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ IT പഠിച്ചു.
എല്ലാം നടന്നു. പക്ഷേ കുടുംബത്തിന് കഷ്ടങ്ങൾ മാറുന്നില്ല. ഞാൻ വിവരം അറിയാൻ തുടങ്ങിയ ശേഷം എൻ്റെ അമ്മയോട് പറഞ്ഞു, എന്തിനു നമ്മൾക്ക് ഈ കഷ്ടം വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ ആർക്കും ഒരു പാവം ചെയ്തിട്ടില്ലല്ലോ. നമ്മള് അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ അമ്മയും പറയും, എന്താണ് അറിയില്ല നമ്മൾക്ക് അങ്ങനെ. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും മാക്സിമം എന്തെങ്കിലും കഷ്ടം വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജോഷിയുടെ അടുത്താ പോകുന്നത്. ജോഷിയൻ പറയും, നിങ്ങൾക്ക് ആ ഗ്രഹം ശരിയില്ല, ഈ ഗ്രഹം ശരിയില്ല, നിങ്ങൾ അവിടെ പോകണം ഇവിടെ പോകണം പറഞ്ഞിട്ട്. അതുപോലെ പല പരിഹാരങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു. അവർ ചെയ്ത ഒന്നും ഞങ്ങൾ വിട്ടുവച്ചിട്ടില്ല. പിന്നെയും കഷ്ടം പറഞ്ഞുണ്ട്. ഈ കഷ്ടങ്ങളെ തുടർന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചു, എന്തമ്മ ചെയ്യുന്നു അടുത്ത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് ഈ നായ്ക്കർ പറയും, കമ്പളത്ത് നായ്ക്കർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുരിശുള്ളൂ. അവരുടെ അടുത്ത് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അവരും അതാണ് പറഞ്ഞു, പരിഹാരം ചെയ്യണം, അങ്ങനെ പറയണം ഇങ്ങനെ പറയണം പറഞ്ഞ് ചെയ്ത് ഞങ്ങൾ ഒരുപാട് ചെയ്ത് മടുത്തുപോയി. പിന്നെ ഒരു മന്ത്രവാദിയെ കണ്ടു. ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയപ്പോൾ അവൻ പറഞ്ഞു, വീട്ടിലെ ദോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരു പൂജ ചെയ്യണം, ഞാൻ ഒരു ഏട് എഴുതി കൊടുക്കാം, അത് വീട്ടിൽ ഫോട്ടോ മാറ്റി വയ്ക്കണം, അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെയും കഷ്ടം മാറുന്നില്ല. പിന്നെ അയാൾ ഒരു ദിവസം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഫോട്ടോകളോ ഒരു ചെറിയൊരു മൂലയിലോ ഒരു കറുപ്പ് തെറ്റി. അത് നമ്മള് ചന്ദനക്കുരി പത്ത വെച്ചിട്ടാണ് ആ കറുപ്പ് വന്നത്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ദോഷമാണ്, വീണ്ടും അത് പുതുക്കി എടുക്കണം, പൂജ ചെയ്യണം പറഞ്ഞിട്ട് പണം മാത്രമേ പോയത്, പണം വിറയം മാത്രമേ പോയത്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, ഒരു ഫലനും ഇല്ല. ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ എൻ്റെ മുത്തച്ഛന്മാരോട് ചോദിച്ച്, എന്തിനു മുത്തച്ഛ ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊരു കഷ്ടങ്ങൾ വരുന്നത്, എന്തെങ്കിലും കുറയിലുണ്ടോ, ഞങ്ങൾ ആർക്കും ഒരു കുറവ് വെച്ചിട്ടില്ലല്ലോ. വീട്ടിൽ വരുന്നവർ, തൊട്ട വീട്ടിൽ വരുന്നവർ കൂടെ ഞങ്ങളടുത്താണ് വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം. എൻ്റെ അമ്മയും സെപ്റ്റംബർ മാസമോ ആയിക്കഴിഞ്ഞാൽ 30 ദിവസം ഉപവാസം നിൽക്കും. ഞങ്ങൾ ആ തറവാട് ദൈവത്തിന്റെ ആ ഫംഗ്ഷനിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉപവാസിക്കും. ആ സമയത്ത് തൊട്ടടുത്ത് വീട്ടിലെ വെള്ളം കുടിക്കാത്ത அளவுக்காണ് ഞങ്ങൾ ഉപവാസിച്ചത്. എവിടെയെങ്കിലും ദൂര യാത്രയ്ക്ക് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണവും വെള്ളവും കൊണ്ടുപോകും. അത്ര നമ്മൾ കഷ്ടപ്പെട്ട് അത് ദൈവത്തെ വിശ്വാസത്തോടെ സേവിച്ചും ഒരു പ്രയോജനമില്ല. ലാസ്റ്റിലാണ് വീണ്ടും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ ഒരു ശാപമുണ്ട്, ഒരു പെണ്ണ് നിങ്ങൾ ശപിച്ചിട്ടാണ് പുഴയിൽ വീണ് മരിച്ചു പോയി, അതും ഗർഭത്തോടെ മരിച്ചതാണ്, കയ്യിൽ ഒരു കുളന്തിയോടെ മരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് എന്ത് ചെയ്യണം പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, വന്നിട്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ അത് ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങള് അതുപോലെ ഗർഭമായി ഇരുന്നു, ഒരു കൈ കുളന്ത് 1 വർഷ കുളന്തിയും വെച്ചിട്ട് ആ പുഴയിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിന് പരിഹാരങ്ങൾ ഒന്നല്ല രണ്ടല്ല 4 ഇടത്ത് പോയി പരിഹാരങ്ങൾ ചെയ്തു, അത് പറഞ്ഞെടുത്തെല്ലാം. പക്ഷെ ആ ശാപം മാറുന്നില്ല, പാവം മാറുന്നില്ല, കഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ബേക്കറി തൊഴിൽ നഷ്ടപ്പെട്ടു. 10-15 പേര് ജോലി ചെയ്ത ബേക്കറിയാ. മൂന്നാറും വണ്ടിപ്പെരിയാറും അവിടെയെല്ലാം പോയിട്ടാണ് ബിസ്ക്കറ്റും ബണ്ണും വരിക്കിയെല്ലാം കൊടുത്ത് കച്ചവടം ചെയ്തത്. ആ ബേക്കറി പണിയും ഫുള്ളായിട്ട് മുടങ്ങി. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു പളുപ്പ് പൊട്ടൽ ഉണ്ടായി, കൈ കാലിലും ജോലി ചെയ്യാത്ത അവസ്ഥയാണ്. ചോദിച്ചപ്പോൾ അവർ ചെയ്വണ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആര് ചെയ്വണ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ വളിക്കാൻ പോയത്. ഇങ്ങനെ പൂജകൾ യാഗങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് മടുത്തുപോയി. പിന്നെ ഞാൻ IT പഠിച്ചു. ഈ സൂழ்நிலையில എങ്ങനെയോ IT ഞാൻ പഠിച്ചു. IT പഠിച്ചിട്ട് TVS സുസിക്കമില്ല ഇങ്ങനെ എൻട്രി പറഞ്ഞ് റിസൾട്ട് വരുന്ന മുന്നേ ഞാൻ ജോലി കയറി. അവിടെ 1 വർഷം ഉണ്ടായിരുന്നു. വീണ്ടും അടുത്ത ജോലിക്ക് പോകാൻ ട്രെയിനിങ് മാത്രമേ കൊടുക്കും. IT പഠിച്ച് ട്രെയിനിങ് മാത്രമേ കൊടുക്കും. വേറെ ജോലിക്ക് അന്വേഷിച്ചു. ആ സമയത്തിലാണ് എൻ്റെ ഒരു മാമൻ MLA ആയി. ഓക്കെ, ഇനി നമ്മൾ രക്ഷപ്പെട്ടു, മാമൻ MLA ആയില്ലേ, ഇനി നമ്മൾക്ക് ജോലി ലഭിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ പോരാട്ടങ്ങൾ. എവിടെ എൻ്റെ മാമനെ വിളിച്ചിട്ട് പോകും, പല കമ്പനികൾ വിളിച്ചിട്ട് പോയി അവർ പറയും ഞങ്ങൾ അയച്ചു കൊടുക്കാം. പക്ഷെ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മുറുകെ പിടിച്ചു. മേട്ടുപ്പാളയത്തിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. നല്ല അനുഗ്രഹപ്പെട്ട കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ കമ്പനി ക്ലോസ് ആയി. 2002 കമ്പനി ക്ലോസ് ആയി.
നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നല്ല ബോണസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ജോയിൻ ചെയ്തപ്പോ വീട്ടിലെ കഷ്ടങ്ങളെ കണ്ടിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പൊട്ടൽ എല്ലാം മാറി, കൈ കാലെല്ലാം മാറി സൗഖ്യമായി. അവിടെയും ബേക്കറി പണി തുടങ്ങി, ഞാൻ ജോലിക്ക് പോകും, എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷെ അവിടെ ഒരു പൈസ നമ്മൾക്ക് കയ്യിൽ മിച്ചം ഉണ്ടാകുന്നില്ല. ജോലി ചെയ്യും, പക്ഷെ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പൈസ ബാലൻസ് വരുന്നില്ല. എല്ലാം അങ്ങ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമയത്താണ് ഞാൻ വീണ്ടും അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ ആൾക്കാരോട് ഞാൻ ചോദിക്കാൻ തുടങ്ങി, എന്തിനു ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടം പറഞ്ഞുണ്ട്. അവരെന്നോട് ചോദിച്ചു, ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, എന്താണ് രാജ്യം നിനക്ക് ഇങ്ങനെ കഷ്ടങ്ങൾ, നീ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ ബേക്കറി പണിയുണ്ട്, പിന്നെയും കഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ ഈ ജാതകം മന്ത്രവാദം ഇങ്ങനെ തുടർന്ന് പോയി 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 ലാസ്റ്റില് ഞാൻ ജാതകം പഠിക്കാൻ തുടങ്ങി. ജാതകം പഠിക്കുന്ന സമയത്ത് ഞാൻ ജാതകം പഠിച്ചു. ഞാൻ ജാതകം പഠിച്ച് അത് കാൽക്കുലേഷൻ ചെയ്ത് നല്ലതുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് നടക്കുന്നില്ല. ഇങ്ങനെ ഞാൻ പല പ്രാവശ്യം ഞാൻ ബുദ്ധിമുട്ട്, ഞാൻ കഷ്ടങ്ങൾ അനുഭവിച്ചു. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. ഇതിൽ എനിക്ക് ഇടയിൽ എൻ്റെ അച്ഛൻ മദ്യപണി ഉണ്ടായിരുന്നു, ആസ്മ ഉണ്ടായിരുന്നു. കുടിക്കും, ആസ്മ വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കുടിക്കും, ആസ്മ വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇതിക്കിടയിൽ ഞങ്ങൾ അവിടെ വിശ്വാസത്തോടെ അവിടെ പൂജയും ചെയ്യും. അവിടെ ഞങ്ങൾ തേണിയിലെ 1999 വരെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞങ്ങൾ വീട്ടിൽ ആൾക്കാർ വരും. വന്നിട്ട് എൻ്റെ അച്ഛനോട് സാമി ഇറക്കി അവരോട് ഞാൻ പൂജ ചെയ്യും. എൻ്റെ അച്ഛൻ പറയും, വാക്ക് പറയും. അപ്പൊ അവർ പോകും. അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ മേട്ടുപ്പാളയം വന്നപ്പോൾ അത് നിന്നു. അതിനുശേഷം എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോകും. തേണിയിലെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ തറവാട് ദൈവങ്ങളുണ്ട്. കറുപ്പുസ്വാമി എന്ന് പറയും. കറുപ്പുസ്വാമി ഒരു 3 പെൺ ദൈവങ്ങൾ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ സേവിച്ചിട്ട് വന്നത്. നടുരാത്രിയിലാണ് അതിന്റെ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ ഉള്ള സമയത്താണ് നാം വീണ്ടും എന്ത് ചെയ്യണം, ഇത്ര കഷ്ടങ്ങളായി അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള സമയത്ത് എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ഒരു സൈഡ് വാദം വന്നു, കട്ടിലോടെ കിടന്നു. ഞാൻ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. രാവിലെ 55 കിലോ മാവ് വേണം. 55 കിലോ മാവ് ഒറ്റയ്ക്ക് ബണ്ണുക്കും ബ്രെഡും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടാണ് വന്ന് ഇങ്ങനെ ആയത്. ನಾನು പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ഇംഗ്ലീഷ് മെഡിസിൻ, ആയുർവേദം, സിദ്ധ, ഹോമിയോ. അത് ഇല്ലാതെ ഞങ്ങൾ മേട്ടുപ്പാളയടുത്ത് ഊട്ടിയില് നമ്മൾക്ക് ഈ പറയണത് ഇരുളർ ജാതിയുണ്ട്. അവർ വന്നിട്ട് ഈ പച്ചവൈദ്യം ചെയ്യും. അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. വീണ്ടും കഷ്ടങ്ങൾ തുടർന്നുകൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെ നാം മുന്നോട്ട് പോകും, എങ്ങനെ ചെയ്യും? അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ഒരു സമയത്ത് ഇക്കട്ടാണ് സൂழ்நிலை വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു സഹായം കൊടുക്കും. ഞാൻ എൻ്റെ അമ്മയോട് പറയും, ഏതോ ഒരു ദൈവം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഏത് ദൈവം അറിയില്ല, പക്ഷെ ഏതോ ഒരു ദൈവം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ അനുഭവം വന്നിട്ടുണ്ട്. ആ സമയത്തിലാണ് 2002 എൻ്റെ കമ്പനി ക്ലോസ് ആയി. എൻ്റെ കമ്പനി ലാക്കൗട്ട് ആയതും എൻ്റെ ബേക്കറി ബിസിനസ് പോയി, എല്ലാം പോയി, തകർന്നു പോയി കുടുംബം. എൻ്റെ അച്ഛൻ വീട്ടിൽ കിടപ്പുണ്ടാണ്, ജോലി ചെയ്യാൻ പറ്റില്ല. എൻ്റെ അണിയനും രാഷ്ട്രീയമായിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു, അവ ജോലി സിദ്ധിക്കുന്നില്ല. എൻ്റെ ഒറ്റ ശമ്പളമാണ്, അതും നിന്നു. എന്ത് ചെയ്യും, മുന്നോട്ട് പോകണം പറഞ്ഞിട്ട് ഞങ്ങൾ കടൻ ഭാരങ്ങൾ എരിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കോയമ്പത്തൂരിൽ ഒരു ചിന്ന വർക്ക്ഷോപ്പിൽ ജോലി കയറി. ആ ജോലി കയറിയ സമയത്ത് വീട്ടിലേക്ക് വരുന്നില്ല. വീട്ടിലേക്ക് വന്ന കടൻ ഭാരമാണ്. അവിടെ ഞാൻ കോയമ്പത്തൂരിൽ ജോലി ചെയ്യും. അവിടെ ആഴ്ച ശമ്പളം കിട്ടും. എൻ്റെ അമ്മയെ വരാൻ പറയും. എൻ്റെ അമ്മ കോയമ്പത്തൂർ വന്ന് ആ പൈസ കൊടുത്തു വിടും, കൊണ്ടുപോയി കടൻകാർക്ക് കൊടുക്കും. ഇതിനിടയിൽ വീട്ടിൽ ചെലവും ചെയ്യണം. എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റും ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് 2002 തന്നെ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ മേട്ടുപ്പാളയം വിട്ട് ഞാൻ പോയി. അമ്മയും അണിയനും കുടുംബം മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മേട്ടുപ്പാളയം കോയമ്പത്തൂർ പോയി വലിഞ്ഞാൽ ഒരിടത്തിൽ നിൽക്കുന്നില്ല. പലയിടങ്ങൾക്ക് പോകും. ഈറോഡ് പോകും, ആന്ധ്ര പോകും, കർണാടക, ചെന്നൈ, അങ്ങനെ പല സ്ഥലങ്ങൾക്ക് ജോലിക്ക് പോകും. പൈപ്പ് ലൈൻ മുർക്ക അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട്
3 മാസം 2 മാസം കഴിച്ചിട്ടാണ് വരുന്നത്. വന്നിട്ട് കുറച്ച് കടന കൊടുത്തിട്ട് പോകും. ആ സമയത്തിലാണ് நான் தெய்வத்தை விളിക്കും. ஏதோ ஒரு தெய்வம் என்று ரட்சிக்கணுள்ள ആ ദൈവം ആര്, ആ ദൈവം ആരാണ് ഞാൻ പല പ്രാവശ്യം ചോദിക്കും. ഒരു പ്രാവശ്യം മണഭാരം, വീട്ടിക്ക് പോകാൻ പറ്റിയ കണ്ടീഷനായി, யாரையும் നോക്കാൻ പറ്റിയ കണ്ടീഷനായി, ഒരുത്തരും നമ്മൾക്ക് സഹായിക്കാൻ എല്ലാം എന്റെ മാമന്മാരെല്ലാം ശരിയായി ഉണ്ടായിരുന്നു. ഒരു മാമൻ MLA ഉണ്ടായിരുന്നു, இன்னொரு മാമൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ആരും സഹായിക്കാനില്ല. ഞാൻ ഇങ്ങനെ പറയും, നിന്നെ ആര് സഹായിക്കും? നമ്മൾ നല്ലപോലെ ഉള്ള സമയത്ത് എല്ലാവരും സഹായിച്ചല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞുള്ള സമയത്ത് നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്താന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളെ നമ്മൾ സേവിച്ചിട്ട്, ഈ തറവാട് ദൈവങ്ങളെ സേവിച്ചിട്ട് നമ്മൾക്ക് എന്ത് പ്രയോജനമുണ്ട്? എന്ത് കണ്ടു? നമ്മള് ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 കൊല്ലം പോകാതെ വിട്ടു. மீண்டும் அந்த தரவாடு ஆൾക്കാർ വന്നിട്ട് നീ വരാതെ അത് ചെയ്യാൻ പറ്റില്ല, നീ വീണ്ടും വരണം പറഞ്ഞു. ഞാൻ വരണില്ല. എൻ്റെ അച്ഛൻ കട്ടിലിൽ കിടന്ന സമയത്ത് ആര് വന്ന് നോക്കി? 500 കുടുംബങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കുടുംബം വന്ന് നോക്കിയോ? ഒരു പൂസാരി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു സാമിയാടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അവൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് നോക്കി അന്വേഷിച്ചിട്ടുണ്ടാ നിങ്ങള്? ഇപ്പൊ വന്നിട്ട് നിങ്ങൾ ആ തറവാട് അത് നമ്മള് സേവിക്കാൻ പറ്റില്ല, പൂജ ചെയ്യാൻ പറ്റില്ല, ആളില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഞാൻ വരണില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മാമന്മാരെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി. ആ സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു, എന്റെ കുടുംബത്തിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്യണത്, ഇതിന് ഒരു പരിഹാരം കാണുമെന്നും പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അവർ നല്ല വസതിയായിട്ടുണ്ടല്ലോ എല്ലാ ആൾക്കാരും, അപ്പൊ അവർക്ക് ഈ സിദ്ധ വരണില്ല, അവർ കാര്യങ്ങൾ നടക്കണം. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് എല്ലാ 4 പൂസാരികളുണ്ട്, നാളെയും തൊടും പറഞ്ഞ് കേട്ടിട്ടില്ല. ആ 4 പേരും അതേപോലെ തന്നെ ഉണ്ട്, അച്ഛനെ പോലെ തന്നെ കൈക്കാൽ വരാതെ കിടന്നു. കടൈസി വരയ്ക്കും അവർ അങ്ങനെ കിടന്നു. 4 പേരും കിടന്നു മരിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് പൂശാരിയിൽ പോയി അടിക്കുന്നു, എവിടെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോ ആരും നോക്കിയിട്ടില്ല. കല്യാണം കഴിക്കാൻ 33 വയസ്സായി, കല്യാണം കഴിക്കണം, കടനുണ്ട്, 10 ലക്ഷം രൂപ കടനുണ്ട്, ജോലിയുണ്ട് കയ്യില്, ഏത് ജോലിയും ചെയ്യും. കൃഷിപ്പണി എന്റെ മാമന്റെ വീട്ടിൽ പഠിച്ചു, செங்கல் சூள പണി എന്റെ മാമന്റെ വീട്ടിൽ പഠിച്ചു, എല്ലാ പണിയും അറിയും. അതിൽ IT പഠിച്ചിട്ട് എനിക്ക് ആ തൊഴിലും അറിയും. എനിക്ക് എവിടെ കയ്യില് തൊഴിലുണ്ട്. അങ്ങനെ ഉള്ള സമയത്താണ് എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ വന്നു. ഇതിന് പറഞ്ഞ എൻ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ എന്റെ ഭാര്യയെ എനിക്ക് തന്നത്. അവൾ കുടുംബത്തിലെ ഭയങ്കര കഷ്ടപ്പാടുകളാണ്. അവര് ഏട്ടൻ അനിയൻ ആ പെങ്ങന്മാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവള് കുറച്ച് ദിവസം ആ ഭവനത്തെ വിട്ടിട്ട് കോയമ്പത്തൂർ പോയി, ഈ തിരുപ്പൂർ പോയി, അവിടെ നിന്ന് കുവൈത്തിക്ക് പോയി. അങ്ങനെ സിറ്റുവേഷനിലാണ് അവൾ വന്ന് പെണ്ണ് കാണാൻ പോയത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര കടനുണ്ട് എന്ന് പറഞ്ഞപ്പോ അവൾ എന്താണ് പറഞ്ഞത്? കർത്താവ് നിർമ്മിച്ചു വെച്ചതാണ്, കർത്താവ് ഉറപ്പിച്ചു വെച്ചതാണ്. ഈ മകൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ഒരു രക്ഷയുണ്ട്, ഒരു വെളിച്ചമുണ്ട്, എല്ലാ കട്ടുകളും മാറും. അത് യേശുവിനെ കുറിച്ച് അറിയും. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിക്ക് അവൾ ചെറുപ്രായത്തിൽ ആരോ ഒരു ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ആ ബൈബിൾ വെച്ചിട്ടാണ് അവൾ വിശ്വാസിച്ച് ഉണ്ടായിരുന്നത്. ആ ബൈബിൾ മാത്രമാണ് തുളയാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് അറിഞ്ഞത് RC ചർച്ച് മാത്രം, നമ്മൾ ബന്ധകോസ് ചർച്ചോ CSC ചർച്ചോ അതൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല അവൾക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങള് അവളോട് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ശേഷം ഇതുപോലെ ഒരു സംഭവം யாருக்கும் നടന്നിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ അവൾ എന്റെ വീട്ടിക്ക് വരുന്നത് ആ പഴയ തറവാട് ദൈവങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിറ്റ ദിവസം തന്നെ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് കടൻകാർ വീട്ടിന് മുന്നിൽ വന്ന് ഇറങ്ങി തള്ളുമുള്ളുണ്ടായി. ഭയങ്കര തള്ളുമുള്ളാണ്. ഏതൊരു പെണ്ണിനും ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റ ദിവസം രാവിലെ ഈ സംഭവം നടക്കുന്നു. അപ്പോ അവള് ദൈവത്തെ വിശ്വാസിച്ചത് കൊണ്ടാണ് നമ്മൾ എല്ലാം ശരിയാക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെ ദൈവം മുൻകുറിച്ചതല്ലേ, അങ്ങനെ വിശ്വാസത്തോടെ നിന്നു. പിന്നെ ഒരു വർഷം കഴിച്ചിട്ട് എനിക്ക് കുവൈത്തിക്ക് കൊണ്ടുപോയി. കുവൈത്തിക്ക് പോയപ്പോ പലരും പറയും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ പോയിട്ടും എന്നെ ആ ജാതികൾ സമ്മതിക്കുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണ് ഇത്ര കഷ്ടപ്പെട്ടു ചെയ്തുള്ളൂ.
അവൻ എവിടെയെങ്കിലും പോയി നല്ല നിൽക്കട്ടെ എന്ന് പറയുന്ന വിശ്വസിക്കില്ല. എന്നെ പിൻവലിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പോയാലേ മാത്രം അവിടെ എല്ലാ പൂജകളും കർമ്മങ്ങളും അത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് നടക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പോയ ശേഷം എന്റെ ചെറിയച്ഛനെ അവർ പൂജാരിയാക്കി. ഞാൻ അവിടുന്ന് ഫോൺ ചെയ്ത് പറയണു, ചെറിയച്ച വേണ്ട, നീ ആ പൂജ എടുക്ക വേണ്ട, ഇത് ആപത്താണ്, വേണ്ടാന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ ആ സ്ഥാനം അവർ തലയിൽ കെട്ടിവെച്ചു. 3 മാസമായി. 3 മാസത്തില് വീണ്ടും എന്റെ അച്ഛനുക്ക് വന്നപ്പോൾ തന്നെ കൈക്കാൽ വരാതെ ഇന്നും തിരുപ്പൂരിലെ ഉണ്ട്. ഇന്നും എണിച്ചിട്ടില്ല. 10-15 കൊല്ലം കൂടുതലായി, ഇന്നും എണിച്ചിട്ടില്ല. അങ്ങനെയാണ് ഉള്ളു പുള്ളി. അവനെ ആരും സഹായിക്കാൻ പോകുന്നില്ല, ആരെയും നോക്കാൻ പോകുന്നില്ല. വലിയ വലിയ പണക്കാരനാണ്. സിംഗപ്പൂരിലും മലേഷ്യയിലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പൂസാരി ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അവന് എന്തായി ഏതായി നോക്കാൻ പോകുന്നില്ല. ഞാൻ അപ്പോഴേ സിരീച്ചിനോട് പറഞ്ഞു, ഇതെല്ലാം വിട്ട് മാറ്റിയിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് പോ അങ്ങനെ പറഞ്ഞിട്ട്. അവർ കേട്ടിട്ടില്ല. അങ്ങനെ കുവൈത്തിക്ക് പോയി. കുവൈത്ത് വീട്ടിലാണ് എൻ്റെ വൈഫ് ടൈലറായിട്ട് ജോലി ചെയ്തത്. ആ ജോലി ചെയ്ത് നല്ല കുവൈത്തിയാ. അപ്പോ ഞാൻ എന്നെ പോയി കണ്ടപ്പോ പുള്ളി എന്നോട് വാക്ക് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആശ്വസിച്ചു. നല്ല ഒരു സുഹൃത്ത് പോലെ, നല്ല ഒരു താപ്പണ പോലെ ഉണ്ടായിരുന്നു കുവൈത്തി. അപ്പോ എനിക്ക് വിസ അടിച്ചിട്ടില്ല. 2 മാസം ആയി. കുവൈത്തി പറഞ്ഞു എൻ്റെ വൈഫോട്, എൻ്റെ ഹസ്ബൻഡ് വന്നില്ലേ, നീ നിന്റെ ഹസ്ബൻഡോട് പോയിട്ട് നീ അവിടെ താമസിക്ക് കുടുംബമായിട്ട്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് വന്നാൽ മതി. ഈ വീട് വാതിൽ എനിക്ക് എപ്പോഴും തുറന്നു കാണും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ നിൽക്കുന്നു. കുവൈത്തിൽ അവള് കുവൈത്ത് വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. കുവൈത്തിയിൽ ജോലി ചെയ്യുന്നു, പക്ഷെ കുവൈത്ത് വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഞാനും പുതിയതാ. ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്താണ് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, അടുത്ത് നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ടാക്സി ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ വന്നു. പുള്ളി വിശ്വാസിയാണ്, ചർച്ച് ഓഫ് ഗാഡിലെ ഒരു സഹോദരനാണ്. ആ പുള്ളി പറഞ്ഞു, വാ എൻ്റെ വീട്ടിലേക്ക് വാ. അവർ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഫ്ലാറ്റ് എടുത്ത 2 ബെഡ്റൂം ഉണ്ടാകും. പക്ഷെ അവര് 2 പേർ മാത്രമേ ഉള്ളൂ. 3 പേരും, ആ ചേച്ചിയും അച്ചായനും ഒരു മോനും മാത്രം. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മുറി കൊടുത്ത് അവിടെ താമസിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് വെച്ച് കളിക്കാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ജോലിയില്ല, വീട്ടുവാടക കൊടുക്കണം. എൻ്റെ വൈഫ് വീണ്ടും ആ പഴയ ജോലി സ്ഥലത്തേക്ക് പോകും. അവിടെ പോയി വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരികൾ ഇവള് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചിക്കനും അരിയും പരിപ്പും ആയിലും എല്ലാം കൊടുത്ത് അവളെ സഹായിക്കും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ ആ അച്ചായൻ അവർ ചർച്ച് പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ആ പാസ്റ്റർ വന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ. പാസ്റ്ററിന്റെ പേര് വന്നിട്ട് വിനോദ് ജാക്കബ്. അങ്ങനെ പാസ്റ്റാണ്, ചർച്ച് ഓഫ് ഗാഡ് പാസ്റ്റാണ്. ഇപ്പൊ അടൂരിലെ സെൻട്രൽ പാസ്റ്റ് ആയിട്ടുണ്ട്. ആ പുള്ളി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ആ കറുപ്പസ്വാമിന്റെ ആ ബന്ധനം നമ്മൾ വിട്ട് മാറിപ്പോകുന്നില്ലല്ലോ. ആ കറുപ്പസ്വാമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പാസ്റ്ററോട്. പാസ്റ്റർ അങ്ങനെ പൂജാരി ഉണ്ടായിരുന്നു, അങ്ങനെ വിട്ട് മാറും പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞത്, അളവരാജ്, നീ ജാതകം കണ്ടു, മന്ത്രവാദിയെ കണ്ടു, പൂജകൾ കർമ്മങ്ങൾ എല്ലാം ചെയ്തു. നിങ്ങൾ പറയണ 30 ദേവர்கள் പറയണു, നിങ്ങൾ തറവാട് ദൈവങ്ങൾ പറയണു, എന്തിനും ഒരു ദൈവം കൂടി നിങ്ങൾ സഹായിച്ചിട്ടില്ല. നീ വിശ്വസിച്ചില്ലേ? നിന്റെ തകപ്പന എന്തിനു അവളെ സഹായിച്ചിട്ടില്ല? അതുകൊണ്ട് ഞാൻ നിന്നെ മതം മാറ്റാൻ വിളിക്കുന്നില്ല. നീ ഒരു ഇരുളിൽ അടഞ്ഞു കിടക്കണു, ഒരു ഇരുട്ട് വീട്ടിൽ അടഞ്ഞു കിടക്കണു. നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയണത്. നിന്നെ ഇതിൽ നിന്നും വിടുവിക്കാൻ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുല്ലാതെ ഒരു ദൈവമില്ല. അവൻ പറഞ്ഞപ്പോ വീണ്ടും ഞാൻ പറയുന്നു, ഇല്ല, എന്റെ കറുപ്പസ്വാമി എന്നെ നടത്തും അവൻ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ജസ്റ്റ് സഭയ്ക്ക് വാ, നീ അവിടെ വന്ന് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നീ അവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഓക്കെ പാസ്റ്റർ ഞാൻ വരാം അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക്. പക്ഷെ എൻ്റെ ഭാര്യക്ക് നല്ല വിശ്വാസം, ദൈവത്തെ അറിയണം, ദൈവത്തോട് കാര്യങ്ങൾ സംസാരിക്കണം, ബൈബിൾ പഠിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യമായി കണ്ടത് ബെന്തക്കോസ്ത് സഭയാണ്. ഞങ്ങൾ മറ്റു സഭയ്ക്ക് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല,
തമിഴ്നാട്ടിൽ അറിയുന്നത് CSI ചർച്ചും RC ചർച്ചും മാത്രമേ ഉള്ളൂ. വേറെ ഒരു ചർച്ചും ഒന്നും ഇല്ല. അവങ്ങളോട് ഞാൻ കഷ്ടപ്പെട്ട കാലത്ത് എന്നോട് ജോലി ചെയ്ത யாரும் இதை பற்றி എന്നോട് പറഞ്ഞിട്ടില്ല. ഈ അളവരാജ് നീ കഷ്ടപ്പെടുന്നു, നീ വാ, നീ സഭയ്ക്ക് വാ, നീ എന്തിനു കഷ്ടപ്പെടുന്നു, ഈ ദൈവം വിടിവിക്കുന്ന ദൈവം, ആരും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ പറയുന്നു ദൈവത്തെ പറ്റി പലരോടും പറയുന്നു, നമ്മൾ കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചതാ. അങ്ങനെ ഞാൻ സഭയ്ക്ക് പോയപ്പോ ആദ്യ ദിവസം ഞാൻ പോയത് ബൈബിൾ ക്ലാസ്ക്കാ. ആ ബൈബിൾ ക്ലാസ്സില് ഓർമ്മയിൽ റോമാലേഖനമാണ് അവർ ബൈബിൾ ക്ലാസ് എടുത്തത്. ആ റോമാലേഖനത്തിലെ പാപത്തെയും സാപത്തെയും പറിച്ച് ക്ലാസ് ആ ദാസൻ വ്യക്തമായി എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഇതാണ് പാവം, ഇതാണ് ശാപം. നമ്മൾ വിചാരിക്കുന്നു, ഹിന്ദുക്കൾ വിചാരിക്കുന്നു വേറെ എന്തെങ്കിലും ചെയ്താലേ പാവം. പക്ഷെ നമ്മൾ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ നോക്കിച്ചാൽ പാവം പറഞ്ഞിട്ട് നമ്മൾ ബൈബിൾ വചനം കേട്ടപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതിന് മുന്നേ നമ്മൾക്ക് അറിയുന്നില്ല. നമ്മൾ തെറ്റായ വഴി പോയോ, ചിലപ്പോൾ മദ്യപം കളിച്ചാലോ, ഇല്ല ആവശ്യമില്ലാതെ ചില കാണാനോ, ചില இடத்துக்கு പോകാനോ, யாரையும் துரோகிச்சானோ, இதுதான் നമ്മൾ പാവം വിചാരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞു, ഒരു മനുഷ്യനെ നമ്മൾ നോകടിച്ചാൽ, വാക്ക് കൊണ്ട് നോക്കിച്ചാൽ അത് പാവമാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് ഓക്കെ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഒരു ദിവസം പാസ്റ്റർ എന്നോട് ചോദിച്ചു, അളവരാജ് ഇന്ന് വിസ അടിച്ചോന്ന് ചോദിച്ചു. ഇല്ല പാസ്റ്റർ, വിസ അടിച്ചിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാ, ജോലിക്ക് പോകാൻ പറ്റില്ല, വീട്ടിൽ വെറുതെ നിൽക്കുന്നു, എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോ പാസ്റ്ററും അവിടെ സഭയുടെ ആൾക്കാരും വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഈ മാസം ലാസ്റ്റിൽ തന്നെ എനിക്ക് വിസ അടിക്കും, അങ്ങനെ പറഞ്ഞു. അങ്ങനെ വിസ അടിച്ചു. വിസ അടിച്ചിട്ട് ശേഷം ഞാൻ ഒരു ചെറിയ ജോലിക്ക് പോയി. ഗവൺമെന്റ് ജോലി കിട്ടി. അവിടെ കുവൈത്തില് വാട്ടർ അതോറിറ്റിയിൽ ഒരു ജോലി കിട്ടി. പമ്പ് ഓപ്പറേറ്റർ ആണ്. രാവിലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ 11 മണിക്കെല്ലാം ജോലി തീരും. അത്രയേ ഉള്ളൂ. 2 മണി നേരം പണി കഷ്ടമൊന്നുമില്ല. സ്വിച്ച് ഇടണം, മോട്ടർ സ്വിച്ച് ഇടണം, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മോട്ടർ സ്വിച്ച് ഓഫ് ചെയ്യണം. ഇതാണ് ജോലി. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാം, നമ്മൾക്ക് ബേക്കറി പണിയായിരിക്കും, എന്തെങ്കിലും ഒരു ചിന്ന ജോലി ചെയ്ത് കളഞ്ഞാൽ നമ്മൾ പോകും പറഞ്ഞിട്ട്. പക്ഷെ 4 ദിവസം പോയി. 4ാമത്തെ ദിവസം ആ ജോലി പോയി. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോ വീണ്ടും ആ മുടക്കങ്ങൾ നമ്മളെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ആ ജോലിയും പോയല്ലോ, നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിട്ട്. അന്ന് വ്യാഴാഴ്ച അവിടെ കുവൈത്തില് നമ്മൾക്ക് ഇവിടെ ഞായറാഴ്ച ആരാധന. അപ്പൊ വെള്ളി, ശനി, ഞായർ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടാകും. അവിടെ വെള്ളിയാഴ്ച ആരാധന, ബുധൻ, വ്യാഴൻ, വെള്ളി ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ഫാസ്റ്റിംഗ് പ്രെയർക്ക് ഞാൻ പോകാം, ചർച്ചിക്ക് പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് പോയ സമയത്താണ് ബാംബെയിൽ നിന്ന് ഒരു പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് പാസ്റ്റർ. ഇങ്ങനെ അവര് പ്രസംഗിക്കുന്നു, വചനം പറഞ്ഞ് പ്രസംഗിക്കുന്നു, അന്യ ഭാഷയിൽ സംസാരിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷെ നമ്മൾക്ക് അന്യ ഭാഷ എന്തൊന്നും അറിയുന്നില്ല. അവർ ഏതോ പറയണു, സഭയിലെ ആൾക്കാരെല്ലാം കൈതെട്ടി പാടുന്നു, നമ്മളും കൂടെ കൈതെട്ടി. പക്ഷെ അവർ പറഞ്ഞ ഒരു വചനം ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. ആ വചനം കൊണ്ടാണ് ഈ രക്ഷിപ്പിക്ക് എന്നെ വേർതിരിച്ചത്. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ 40-ാം വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പറഞ്ഞിട്ട് ആ പാസ്റ്റർ ആ വചനം കൊണ്ട് പ്രവചിച്ചു. ആ വചനങ്ങളെ അർത്ഥങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ മരിച്ചുപോയ ലാസർ ആ ഗുഹയിൽ അടച്ചു, കല്ലുകൊണ്ട് മൂടി. പക്ഷെ മരിച്ചവനെ ആ കല്ല് തുറപ്പിച്ച് യേശുക്രിസ്തുവോടെ പുറത്തു കൊണ്ടുവന്നു. അപ്പോ ആ ദാസൻ പറഞ്ഞു, എന്തുകൊണ്ട് നിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇരുട്ട് അറയിൽ കിടക്കുന്ന ഇന്ന് വാതിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാത്തെയും തുറക്കാൻ ശക്തനായ ദൈവം യേശുക്രിസ്തു മാത്രമാണ്. അങ്ങനെ പറഞ്ഞു ഇന്നും പല കാര്യങ്ങൾ ആ വിശ്വാസം പറ്റി, ആ ദൈവത്തിന്റെ മഹത്വം പറ്റി പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കത്തൽ തുടങ്ങി. എന്തുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കാൻ പാടില്ല? ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ എന്റെ വിശ്വാസം ഇതിക്കിടയിൽ അവിടെ എല്ലാ ആരാധനയ്ക്കെല്ലാം പോകും. ഈ ഒരു മാസത്തിലെ എല്ലാ ആരാധനയ്ക്കും പോകും. അവിടെ കുവൈത്തിൽ പറഞ്ഞ ആഴ്ചക്ക് 5 ദിവസം പ്രാർത്ഥന ഉണ്ടാകും. വെള്ളിയാഴ്ച ആരാധന, തിങ്കളാഴ്ച ഭവന പ്രാർത്ഥന, ചൊവ്വാഴ്ച ബൈബിൾ സ്റ്റഡി, വ്യാഴാഴ്ച കാത്തിരിപ്പ് യോഗം. വീണ്ടും ഇങ്ങനെ എല്ലാ മീറ്റിങ്ങിൽ പോയി ആ ദൈവത്തിന്റെ ആ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ തൊടാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ദൈവം എനിക്ക് മതി, ഈ ദൈവം മതി, ഈ ദൈവമാണ് ഞാൻ തേടിയ ദൈവം, ഈ ദൈവത്തിനാണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ദൈവമാണ് ഞാൻ കഷ്ടപ്പാടും നാൾക്കളിൽ എന്നെ രക്ഷിച്ചു, எனக்கு சகாயம் செய்து. நான் தெய்வத்தை அறியாத நாட்களில், நான் ஹிந்துவா இருந்த സമയത്ത് ഈ ദൈവം എന്നെ രക്ഷിച്ചു, പല ഇക്കട്ടാன സൂழ்நிலைയിൽ എന്നെ വിടുവിച്ചു. അങ്ങനെ ആ ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ യേശുവേ നീ എനിക്ക് വേണം, നീ വേണം, നീ മാത്രമാണ് എന്റെ ദൈവം അവൻ പറഞ്ഞപ്പോ പാസ്റ്റ് പെട്ടെന്ന് ലാസ്റ്റില് ഒരു കാൾ വിളിച്ചു, ഈ ദൈവം ആർക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നെ അറിയാതെ എന്റെ കയ്യെ പൊക്കി. ദൈവത്തിന് മഹത്വം. ദൈവം എന്നെ തൊട്ടു. ആ വചനം ഇന്നും ഞാൻ പലരോടും സാക്ഷി പറയുമ്പോൾ പറയും, ആ വചനമാണ്, നീ ദൈവത്തെ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ ദൈവം മഹത്വം കാണിക്കും. അങ്ങനെ പറഞ്ഞു. പാസ്റ്റർ എന്നോട് ചോദിച്ചു, ആളുരാജ് നീ ചർച്ചയ്ക്ക് വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ, നീ എന്ത് നീ ഇത്ര വേഗം നീ ഈ ദൈവത്തെ സ്വീകരിക്കണം പറയണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ ദൈവമാണ് ഉണ്മയാണ് ദൈവം, ഈ ദൈവമാണ് എന്നെ രക്ഷിക്കും, ഈ ദൈവത്തിനെ ഞാൻ അന്വേഷിച്ചത്, ഈ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. ചിലപ്പോൾ ഞാൻ ഇന്ത്യയിലെ ഇവിടെ കേരളത്തിലെയോ തമിഴ്നാട്ടിലോ ഉണ്ടെങ്കിൽ, ഞാൻ യേശു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വിശ്വാസം എനിക്ക് വന്നിട്ടില്ല. അവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് തന്നെ ഒരു ഭാഗ്യം കിട്ടി എங்களுக்கு, எனக்கும் എന്റെ ഭാര്യയ്ക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം തന്നെ രക്ഷിക്കപ്പെട്ടു, ഒരു ദിവസം തന്നെ ജ്ഞാനസ്ഥാനം എടുത്തു, ആ ഭാഗ്യം കൊടുത്തു. ഇന്നു വരെയും ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നു. എത്ര കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എത്രയോ വന്നിട്ടുണ്ട്, വഴക്കുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പിരിയാനെല്ലാം ഉണ്ടായിട്ടുണ്ട്. ദൈവം ഞങ്ങൾ ഒന്നിച്ചേർത്തതാണ്. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ തായും ഗർഭത്തിലെ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ദൈവം, അതുകൊണ്ടാണ് എന്റെ ഭാര്യന്റെ വീട്ടിലെ ആ സൂழ்நிலைയിൽ എന്റെ ഭാര്യയെയും എന്റെ വീട്ടിൽ എന്റെ കഷ്ടങ്ങളെ കണ്ട് എന്നെയും എവിടെയോ കിടക്കണു. എന്റെ വൈഫ് പാലക്കാട്, ഞാനും കോയമ്പത്തൂർ. ദൈവം ഞങ്ങളെ കണ്ട് ചേർത്ത് വെച്ചതാണ്. ഇന്ന് വരയ്ക്കും നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ജോലി കിട്ടി. 15 ദിവസം. ആ ജോലി ടെമ്പററി ജോലിയാണ്, എനിക്കറിയും. ആ ടെമ്പററി ജോലിയാണ്, പുള്ളി പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ആ ജോലി തീർന്നിട്ട് ശമ്പളം കിട്ടി. 90 കേടിയാണ് ശമ്പളം കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ദശാംശം കൊടുത്തത് 10 കേടിയാണ്. ആ 90 കേടിയില് ഞാൻ വീട്ടു വാടക കൊടുക്കണം, എന്നെങ്കിൽ കുടുംബവുമായി ഭക്ഷണം കഴിക്കണം, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ ദൈവത്തിനെ ഞാൻ കൊടുത്തു, 10 കേടി കൊടുത്തു. ആദ്യം കൊടുത്ത ദശാംശം 10 കേടിയാണ്. പക്ഷെ ദൈവം എന്നെ അതിൽ നിന്ന് ഉയർത്തി. അത് പോയ ശേഷം ഞാൻ നഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വൈകുന്നേരം എപ്പോഴും ആരാധന ഉണ്ടാകും, ഭവന പ്രാർത്ഥന ഉണ്ടാകും. ഇങ്ങനെ പോയിക്കുന്ന സമയത്ത് പാസ്റ്റർ ഒരു ദിവസം ചോദിച്ചു, എന്താണ് രാജി, ജോലി എന്തെങ്കിലും റെഡിയായ? അങ്ങനെ ചോദിച്ചു. ഇല്ല പാസ്റ്റേ, ഞാൻ പലയിടത്തേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, പലയിടത്തേക്ക് പോകുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. ഇവിടെ എല്ലാം റെക്കമെൻഡേഷൻ വേണം, റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ, ശരി പ്രാർത്ഥിക്കാം അളകരാജ്, നീ നാളെ വെള്ളിയാഴ്ച ചർച്ചിൽ എണിച്ച് ഫാസ്റ്റിംഗ് ഇത് സാക്ഷ്യം പറയണം പറഞ്ഞു. അന്ന് നമ്മൾ സാക്ഷ്യം പറയാൻ അറിയില്ല. പക്ഷെ പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾക്ക് ഓരളവ് ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എണിച്ച് സാക്ഷ്യം പറഞ്ഞു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഇങ്ങനെയാണ്, എൻ്റെ പേര് അളകരാജാണ്, പഠിച്ചിട്ടുണ്ട്, എനിക്ക് ജോലിയില്ല, നാനും എൻ്റെ കുടുംബമാണ്, എന്നെ സഹായിക്കാൻ പോയിട്ടില്ല, ആരുമില്ല, ദൈവ മക്കൾ മാത്രമാണ്, എനിക്ക് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോ ദൈവം പ്രാർത്ഥന കേട്ടു. നമ്മൾ പറയുന്നത് പലരും പറയണു പ്രാർത്ഥന കേൾക്കില്ല, പക്ഷേ പ്രാർത്ഥന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്ന സമയത്ത് ദൈവം മറുപടി തന്നേ പറ്റും, തരാതിരിക്കുന്നില്ല. 9 ആൾക്ക് ഞാൻ സാക്ഷി പറയണു. 9:30 മണിക്ക് ഒരു ബ്രദർ എന്നെ വിളിച്ചു, നേരെ കളിഞ്ഞിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നു. 9:30 മണിക്ക് എന്നെ വിളിച്ചു, അളകരാജ് എന്ത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്തേക്ക് IT പഠിച്ച ജോലിയില്ല, ഒരു ലേബർ ജോലിയുണ്ട്, നീ കേറിക്കൊള്ളെങ്കിൽ നീ നേരെ കേറിക്കൊള്ളെന്ന് പറഞ്ഞു. നമ്മള് ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട്, അത് പൂരിപ്പിച്ച് കൊടുത്തിട്ട് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കളഞ്ഞിട്ടാണ് നമ്മൾ ജോലി കയറ്റും. പക്ഷെ എന്റെ ദൈവം, ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ എന്നെ ജോലി കയറ്റി. ജോലി കയറിയ ശേഷം 4 മണി നേരം കഴിച്ചാണ് ഞാൻ അപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുത്തത്. ദൈവത്തിന് മഹത്വം. ദൈവം അങ്ങനെ നടത്തി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ ജോലി 3 മാസം ചെയ്തു. മരുഭൂമിയിലാണ്. നൈറ്റ് 10 മണിക്ക് പോകും, രാവിലെ 10 മണിക്ക് വരും. 10 മണിക്ക് വന്നിട്ട് ഞാൻ വീണ്ടും പല കമ്പനികൾക്ക് അപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുക്കും. ഉച്ച 10 മണിക്ക് വന്നിട്ട്
ഉച്ച 2 മണി 3 മണി വരെയൊക്കെ പല കമ്പനികളിൽ പോയി അപ്ലിക്കേഷൻ കൊടുക്കും. അപ്ലിക്കേഷൻ കൊടുത്തിട്ട് വീണ്ടും വന്ന് ഉറങ്ങിയിട്ട് വീണ്ടും 10 മണിക്ക് പോകും. ഒരു ദിവസം ഭയങ്കര ടയേർഡ്, ഇത്ര ദൂരത്തിൽ പോയി അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടയേർഡാ, ഉറക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ പോയി ജോലി ചെയ്യും? നല്ല ചൂട് സമയമാണ്, നല്ല പൊടിക്കാറ്റ് വരെ അടിക്കുന്നുണ്ട്. ഞാൻ വേനിൽ കയറിയിട്ട് ഇങ്ങനെ പറയണു, കർത്താവേ എന്റെ ശരീരം ബലവീനമായി കിടക്കുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, കണ്ണില് അത്ര ശരീര ബലവീനം കാണുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ജോലി ചെയ്യുമ്പോ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ആ ക്യാമ്പിൽ പോയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ആ ക്യാമ്പിൽ പൊടിക്കാറ്റടിച്ചു. അന്ന് രാത്രി ആരും ജോലി ചെയ്യുന്നില്ല. അവിടെ മാനേജർ പറഞ്ഞു ആരും ജോലി ചെയ്യേണ്ട, റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. ദൈവം അത്ഭുതമായി നടത്തി. അന്ന് മുഴുവൻ വളരെ സുഖമായി ദൈവം എനിക്ക് ഉറക്കം കൊടുത്തു. അങ്ങനെ ചെയ്ത ദൈവം പല പ്രാവശ്യങ്ങളും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ദിവസം അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ പോയി, സമയമായി പോയി, അവിടെ നിന്ന് വന്നിട്ട് ഇതേപോലെ തന്നെ പോയി. അന്ന് പോയി ഇതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്ത് ചെയ്യുന്നതാണ്, എങ്ങനെ പോകും, ഈ ബലവീനത്തിലൂടെ ഈ ഈ മരുഭൂമിയിൽ എങ്ങനെ ജോലി ചെയ്യും, ഈ ചൂട് വേറെയല്ലേ എന്ന് പറഞ്ഞപ്പോ അന്ന് ജനറേറ്റ് ഓഫായി, ജനറേറ്റ് റെഡി ആയിട്ടില്ല. ദൈവം അത്ഭുതമായി അണ്ണും എനിക്ക് വിടുതൽ കൊടുത്ത് അണ്ണു നല്ല പോലെ ഉറങ്ങി. ഈ ജോലി ഇവർ അമേരിക്കൻ ക്യാമ്പാ, ആ ടെമ്പററി ആണ്. അപ്പോ അവിടത്തുള്ള ഒരു മലയാളി, അവർ ഹിന്ദുക്കളാ, അവർ ഹിന്ദു ഫോർമയാണ്. അപ്പൊ അവൻ പാകിസ്ഥാനികളെയും മുസ്ലിമുകളെയും നമ്മളെ പോലെ വിശ്വാസികളെയും അവൻ പുറത്താക്കി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പുറത്താക്കി? മറ്റുള്ളവരെക്കാട്ടിലും ഞാൻ നല്ല പോലെ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്ക് മാനേജർ അവാർഡ് കൊടുത്തിട്ടുണ്ട്, നല്ല ബെസ്റ്റ് വർക്കർ പറഞ്ഞിട്ട് അവാർഡ് കൊടുത്തിട്ടുണ്ട്, എന്തിനു നീ പുറത്താക്കണത്? അവൻ പറഞ്ഞപ്പോ അതെല്ലാം അങ്ങനെയല്ല, എங்களுக்கு ഇഷ്ടമുള്ള ആൾക്കാർ വയ്ക്കും പറഞ്ഞിട്ട് പുറത്താക്കി. ഞാൻ അവനോട് പറഞ്ഞു, ഇന്ന് മൂന്നാമത്തെ ദിവസം എനിക്ക് ജോലി ലഭിക്കും, എന്റെ കർത്താവ് എനിക്ക് കൊടുക്കും, നീ കാണും. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നേരെ വന്നു. അന്ന് ബുധനാഴ്ച ഫാസ്റ്റിംഗ് പ്രേയർ ആണ്. ഫാസ്റ്റിംഗ് പ്രേയർ രാവിലെ പോയപ്പോ ആ പ്രേയറെല്ലാം കളഞ്ഞിട്ട് പാസ്റ്റ് എന്നെ വിളിച്ച്, അളകരാജ് ജോലി എങ്ങനെ ഉണ്ട് പോയിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റേ ജോലി കഷ്ടപ്പെട്ട് പോയി, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. വേറെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവർ ചോദിച്ചു. ഈ കുവൈത്തിലെ പലയിടത്തും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇടയ്ക്ക് ഒരു അത്ഭുതം നടന്നു. ആ അമേരിക്കൻ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പാകിസ്ഥാനി എന്നോട് പരിചയപ്പെട്ടു. അവനുക്ക് തമിഴോ മലയാളമോ അറിയുന്നില്ല, എനിക്ക് ഹിന്ദിയോ അവന്റെ ഉറുദു ഭാഷയോ ഒന്നും അറിയുന്നില്ല. പക്ഷെ അറിയുന്ന ഭാഷയില് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇതുപോലെ ആണ്. അവൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഓക്കെ നീ ഒരു ബയോഡേറ്റ കൊണ്ടുപോവാ, ഞാൻ എന്റെ റൂംമേറ്റ് ഇവിടെ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ മേടിച്ചിട്ട് പോയി. പക്ഷെ ഞാനത് മറന്നു, 2 മാസമായി ഞാൻ മറന്നു. അപ്പൊ പാസ്റ്റ് എന്നോട് ചോദിച്ചു, വേറെ എവിടെയെങ്കിലും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? പാസ്റ്റ് പല കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ലെന്ന്. അപ്പൊ പാസ്റ്റ് പറഞ്ഞു, നാളെ തന്നെ എനിക്ക് എല്ലാം വഴി തുറക്കും, ദൈവം ഒരു പുതു ജോലി കിട്ടും പറഞ്ഞിട്ട് ജസ്റ്റ് 12 മണിക്ക് പ്രേയർ കഴിയണം, 12:05 പുറത്ത് വന്നു, ഫോൺ വന്നു, നിങ്ങളുടെ പേര് അളകരാജാണ്. അളകരാജ്, ഓക്കെ, ഞാൻ ഇത് കമ്പനി സുബിയാലുണ്ട്, ഈ കമ്പനി കിരുബി കമ്പനിയാണ്, അങ്ങോട്ട് വിളിക്കുന്നു, നീ നാളെ ഇന്റർവ്യൂക്ക് വരണം പറഞ്ഞു. ഞാൻ നേരെ പാസ്റ്റോട് പോയി പറഞ്ഞു, പാസ്റ്റേ ആ കമ്പനി തന്നെ വിളിച്ചു. ഏത് കമ്പനി ചോദിച്ചപ്പോൾ കിരുബി കമ്പനി പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഓക്കെ അളകരാജൻ പ്രാർത്ഥിച്ചെന്ന് വിട്ടു. പക്ഷെ ആ കമ്പനി എവിടെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഡയറക്റ്റ് കൊണ്ട് ഇപ്പൊ അപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മൾക്ക് ആ കമ്പനി എവിടെ ഉണ്ടെന്ന് അറിയാം, അത് നമ്മൾക്ക് അറിയുന്നില്ല. പക്ഷെ അവിടുത്തെ വീട്ടിന്റെ ആ സഹോദരൻ എന്നെ കൊണ്ടുപോയിട്ട് ആ കമ്പനിയിൽ വിട്ടു. പുള്ളി ടാക്സിക്കാരനല്ലേ, അപ്പൊ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വിട്ടു. അവിടെ പോയി നിൽക്കുന്നു. ഫസ്റ്റേ ആൾക്കാർ കണ്ടു, ഞാൻ നെയ് സിലിർത്ത് പോയി. ഒരു 150 പേർ കാണും. അവിടെ പോയി നമ്മൾ ചോദിച്ചാ, ഇവിടെ എൻ്റെ ഏട്ടൻ ജോലി ചെയ്യുന്നു, എൻ്റെ അണ്ണൻ ജോലി ചെയ്യുന്നു, എൻ്റെ ചിരീച്ചനുണ്ട്, ഇവിടെ എൻ്റെ മാമനുണ്ട്, എൻ്റെ അളിയനുണ്ട്, ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ മാത്രം തനിയെ നിൽക്കുന്നു. ഇതിന് ഇത്ര റെക്കമെൻഡേഷൻ ഉണ്ടോ, നമ്മൾക്ക് എങ്ങനെ ജോലി കിട്ടും, നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് അവർ പറയുന്നത്, ഈ റെക്കമെൻഡേഷൻ എല്ലാം ഇവിടെ കിട്ടുന്നില്ല ആണ് പറഞ്ഞിട്ട്. ഞാൻ അവിടെ മരത്തടിയിൽ നിന്നിട്ട് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു, എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്നു, നീ എന്നെ വീണ്ടെടുത്തു, എനിക്ക് ഇത്ര ദൂരം നീ വലിയ മാറ്റങ്ങൾ കൊടുത്തു, ഇത് ഞാൻ പലരും ഇവിടെ റെക്കമെൻഡേഷനോടെ നിൽക്കുന്നു, ഞാൻ നിന്നോട് റെക്കമെൻഡേഷൻ ചോദിക്കുന്നു, എനിക്ക് നീ ഈ ജോലി ലഭിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കണ്ണീര് വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ആദ്യ പേര് എന്നെ വിളിച്ചു, അളവരാജ് വാൻ പറഞ്ഞു. ഞാൻ നേരെ അകത്ത് പോയി, മാനേജർ മലയാളിയാണ്, എന്നോട് ചോദിച്ച് എന്റെ സർട്ടിഫിക്കറ്റ് നോക്കി. ഒറ്റ ചോദ്യം ചോദിച്ചിട്ടില്ല, എന്റെ സർട്ടിഫിക്കറ്റ് നോക്കി. നോക്കിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അളവരാജ് നീ എപ്പോ ജോയിൻ ചെയ്യും? പുള്ളി ചോദിച്ചു ഫസ്റ്റ് കാര്യം എപ്പോ ജോയിൻ ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ ശനിയാഴ്ച ജോയിൻ ചെയ്യാം. വെള്ളിയാഴ്ച ആരാധന, ശനിയാഴ്ച ജോയിൻ ചെയ്യാം. 150 KD ശമ്പളം, ഡെയിലി 4 മണി നേരം ഓവർ ടൈം കിട്ടി. ദൈവം അനുകരിച്ചു. എന്റെ കടൻ ഭാരങ്ങൾ എല്ലാം തീർന്നു. പിന്നെ ഞാനും എൻ്റെ വൈഫും ജോലി സ്ഥലം ഇത്തിരി ദൂരമാണ്. അപ്പോൾ അവിടെ വിട്ട് അബ്ബാസി എന്ന സ്ഥലത്ത് വിട്ടിട്ട് ഫാഗിൽ ഒരു സ്ഥലത്തേക്ക് മാറി വന്നു, കമ്പനിക്ക് അടുത്ത. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരാധനയെല്ലാം കറക്റ്റാக പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ വിസ, കമ്പനി വിസ ചേഞ്ച് ചെയ്യണം പറഞ്ഞു. ആ കമ്പനിക്ക് മാറ്റണം വിസ എന്ന് പറഞ്ഞിട്ട്. அப்போ போய் நான் செக் பண்ண அறியுது என் விசா வந்துட்டு 6 மாசத்துக்கு முன்னே கேன்சல் ஆகி. പക്ഷേ ഈ വിസ ഉള്ളത് കൊണ്ട് ഞാനും ഭാര്യയും ആ കുവൈത്തിലെ ടൗണിക്കുள்ள പോകണം, ഇവിടുത്തെ ആരാധനയ്ക്ക് പോകണം, എല്ലാം ചെയ്യണം. പക്ഷേ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പോലീസ് മുന്നിൽ പോയിട്ടുണ്ട്, പോലീസ് ചെക്കിംഗ് സമയത്തെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ദൈവം ചെറുകൾ വെച്ച് മറവിൽ വെച്ച് ഞങ്ങളെ കാത്തു. പിന്നെ ആ ജോലി നഷ്ടപ്പെട്ടിട്ട് ആ കുവൈത്തിന് നല്ല സ്പോൺസറാ. അവർ എന്നെ കൊണ്ടുപോയി പലയിടങ്ങളിൽ കൊണ്ടുപോയി നോക്കി, നടന്നിട്ടില്ല. இப்போ പുള്ളിക്കാരൻ വീട്ടിൽ വന്നിട്ട് എന്നെയും എൻ്റെ ഭാര്യയും വെച്ച് ഇരിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ചായ ഉണ്ടാക്കി എനിക്ക് കൊടുത്തു. നീ വിഷമിക്ക വേണ്ട, നീ പോകുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് കാപ്പി എന്നെടുത്ത് കൊടുത്തിട്ട് പോ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും ഉപവാസം എടുത്തു. ടിക്കറ്റ് എടുത്തു ഫസ്റ്റ്. അടുത്ത ശനിയാഴ്ച எனக்கு ஃப்ளைட்டா. நாங்கள் இவ்வளோ உபாசத்தோடு வந்து பிரார்த்திக்கணும். நானும் என் ஒய்ஃபும் முட்டு மடக்கி பிரார்த்திக்கணும். பிரார்த்திக்கும் சமயத்து 2 ദിവസമായി 3வது ദിവസമായി ബുധനാഴ്ച ഞങ്ങൾ താമസിച്ച വീട്ടിന് ആപ്പോസിറ്റിൽ ഒരു സഹോദരൻ ഉണ്ട്. ആ സഹോദരൻ പറഞ്ഞു, അളവരാജ് എങ്ങനെ സുഖമായിരിക്കും, തമിഴ്ക്കാരനാ, എങ്ങനെ സുഖമായിരിക്കാന്ന് കേട്ടോ. നല്ല സുഖമായിരിക്കും പറഞ്ഞു. ജോലി പോയിക്കൊണ്ടിരിക്കണല്ലോ, ജോലി നഷ്ടപ്പെട്ടു, വിസ ക്യാൻസൽ ആയി, ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു CV കൊടുക്കും, ബയോഡേറ്റ കൊടുക്കും, ഞാൻ കമ്പനിയിൽ കൊടുക്കാണ്. പക്ഷെ ദൈവത്തിന്റെ അത്ഭുത ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൈപ്പ് ലൈനുക്കാണ് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തത്. ഈ പൈപ്പ് ലൈനുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ലേത്ത് മെഷീനിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയോ അതിനകത്ത് വന്നു. ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തത് പൈപ്പ് ഫാബ്രിക്കേറ്റർക്കാണ് കൊടുത്തത്. പക്ഷെ പിറ്റേ ദിവസം അവർ എന്നെ വിളിച്ചു, അളവരാജ് ഇന്റർവ്യൂക്ക് വാന്ന് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂക്ക് പോയി. இப்போ என்ஜினியர் നോക്കിയിട്ട് പറഞ്ഞു, ഇവള് എക്സ്പീരിയൻസ് ഇരിക്കെ, നീ ഫോർമൻ ജോലി ചെയ്യലാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇപ്പോൾ ഫോർമൻ ജോലി അത് ഞാൻ അപേക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതെല്ലാം കുഴപ്പമില്ല, നീ ഫോർമൻ ജോലി ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ 10 പേർ 15 പേരെ വെച്ച് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു ഉടനെ നീ ബയോഡേറ്റ ചേഞ്ച് ചെയ്തിട്ട് വാ, ഫോർമൻ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വന്ന് കൊടുത്തു വന്നപ്പോ അവിടുത്തെ ലോക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2-3 പേര് അവന്റെ അണിയന്മാരെ ഫോർമൻ ആക്കാൻ വേണ്ടിയിട്ടാണ് വരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നായിരുന്നു. ഞാൻ എഞ്ചിനീയർ കണ്ടപ്പോൾ പുള്ളി ചോദിച്ചു, അവിടെ ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്തു. എനിക്കൊരു വിശ്വാസി സഹോദരനെ അറിയും, തമിഴ്ക്കാരനാണ്. അപ്പൊ പുള്ളി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരനോട് വന്നു. என்ன பிரதர் எப்படி இருக்கீங்கன்னு ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂക്ക് വന്നെന്ന് പറഞ്ഞു. ആ മാനേജർ നിനക്ക് അറിയാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്റെ ബ്രദറാണെന്ന് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒപ്പുവെച്ചു കൊടുത്തിട്ട് ഓക്കെ നീ പോയിക്കോ, ഞങ്ങൾ വിസ അയക്കാന്ന് പറഞ്ഞു. അവിടെ ഇവിടെ തമിഴ്നാട്ടിൽ വന്നു. 2008 വീണ്ടും കുവൈത്തിക്ക് പോയി ആ കമ്പനിയിലെ ഫോർമാനായിട്ട് ജോലി ചെയ്തു. പക്ഷെ നല്ല ദൈവം എന്നെ അവിടെ ആ കമ്പനിയിലെ ഒരു നല്ല ഒരു കുറ്റം വരാതെ എന്നെ കാത്തു. അതുപോലെ നടന്നു. 100-110 പേരാണ് ஒரு ஷிஃப்ட்டுக்கு ஆൾക്കാർ എൻ്റെ അണ്ടറിൽ. അവർ എല്ലാവർക്കും ഞാൻ ജോലി കൊടുക്കണം. റണ്ണിങ്ങിൽ പോയിക്കൊണ്ടേ ഇരിക്കണം, ഉറങ്ങാൻ പറ്റില്ല. അവിടെയും പോരാട്ടങ്ങൾ വന്നു, അവിടെയും ജോലി നഷ്ടപ്പെട്ടു. ഈ ജോലി നഷ്ടപ്പെടുന്നതെല്ലാം ഈ സെപ്റ്റംബർ മാസത്തിലാണ് എൻ്റെ തറവാടിന്റെ അമ്പലത്തിന്റെ പരിപാടിയിൽ തുടങ്ങുന്നത്. കറക്റ്റാ സെപ്റ്റംബർ മാസം എല്ലാ ജോലി നഷ്ടപ്പെട്ടത് സെപ്റ്റംബർ മാസം. അവർ പറഞ്ഞു ഇനി വേണ്ട അളവരാജ് എന്ന് പറഞ്ഞു. അതിന് മുന്നേ 2011 ഇവിടെ ഞങ്ങൾ എൻ്റെ ഭാര്യയും അവധിക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നു. അപ്പൊ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്നെ കണ്ടിട്ട് അവർ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, നീ എന്നെ വരണില്ല, എൻ്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വന്നു.
വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അതിനു മുന്ന് ഞാൻ നെറ്റിൽ ചെക്ക് ചെയ്യും. അപ്പോഴും പുതിയതായിട്ട് നെറ്റ് വന്നു, ഇന്റർനെറ്റ് എല്ലാം അവിടെ 2010 ആ കാലഘട്ടങ്ങളിലാണ് വന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഒരു കമ്പനിക്ക് സൂപ്പർവൈസർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് നമ്മൾ കിട്ടുന്നില്ല, എന്തെങ്കിലും അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് അപേക്ഷ കൊടുത്തു. ഈ കമ്പനിയിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ സ്ഥാനത്ത് അതേ നിമിഷം 1 മണിക്കൂർ ഗ്യാപ്പ് കൂടില്ല, ആ സമയത്തിലാണ് അവർ വന്നിട്ട് ഇന്റർവ്യൂ വിളിക്കുകയും ഞാൻ ഇന്റർവ്യൂക്ക് പോവുകയും സെലക്ഷൻ ആകുകയും ചെയ്തു. പക്ഷേ ഈ പഴയ കമ്പനിയിൽ എനിക്ക് റിലീസ് കൊടുക്കുന്നില്ല. ഈ റിലീസ് കൊടുത്താലേ പുതിയ കമ്പനിക്ക് പോകാൻ പറ്റും. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലേ, ഞാൻ ഈ ഡേ ഷിഫ്റ്റ് പറഞ്ഞല്ലേ, നൈറ്റ് ഷിഫ്റ്റിക്ക് പോകാം. ഡേ ഷിഫ്റ്റിൽ നീ ആരെ വെച്ച് എനിക്ക് ആവശ്യமான ആൾക്കാരെ വെച്ച് നീ നോക്കിക്കോ അവൻ പറഞ്ഞിട്ട് 4 മാസം ഈ കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റ് നോക്കും, മറ്റ കമ്പനിയിലെ പുതിയ കമ്പനിയിലെ ഡേ ഷിഫ്റ്റ് നോക്കും. ഡേ ഷിഫ്റ്റ് പറഞ്ഞാൽ രാവിലെ 6:30 മണിക്ക് പോയിട്ട് വൈകുന്നേരം 4:30 മണിക്ക് വരും. ഇവിടെ നൈറ്റ് ഷിഫ്റ്റിൽ വൈകുന്നേരം 7 മണിക്ക് പോയിട്ട് രാത്രി 4 മണി വീட்டுக்கு വരും. ഞാൻ ഉറങ്ങുന്ന സമയം ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂറോ ഉണ്ടാകും. പക്ഷേ ആ 4 മാസமும் ദൈവം ഒരു തളർച്ചയോ ഒരു ചോർവോ ഒരു ഇത്രയ്ക്ക് ഷുഗർ കംപ്ലൈൻറ്റാ അവിടെ 2010 12 ഷുഗർ കംപ്ലൈൻറ്റാ ഒരു ദിവസവും വരാതെ എന്നെ കണ്ടു. ആ കമ്പനിയിലെ വീണ്ടും അവിടെ പോരാട്ടം വന്നു. അവിടുത്തെ മാനേജർ ഒരു ബ്രാഹ്മണനാ, അയാൾക്ക് എനിക്ക് ഇഷ്ടമാകുന്നില്ല. ആ പുള്ളിക്കാരൻ പറയുന്നത് എല്ലാം എന്നോട് ചോദിച്ചിട്ടാണ് നീ ചെയ്യണം. നമ്മൾ പറയും വർക്കർക്ക് ഓവർ ടൈം കൊടുക്കണം, ഈ ജാബ് അർജന്റ് ആണ്, ഈ ജാബ് അർജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എല്ലാം എഴുതി കൊടുത്തിട്ട് പുള്ളി ഒപ്പുവെക്കും. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വഴക്കുണ്ടാക്കും. നീ ആരെ ചോദിച്ചു ഓവർ ടൈം കൊടുത്തു? ഞാൻ പറഞ്ഞു, എന്താ പേപ്പർ നിങ്ങൾ കാണും, നിങ്ങളാണ് ഒപ്പിട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ മൊബൈൽ പൊട്ടിത്തിരിക്കും. ഒരു 10 മൊബൈലും പൊട്ടിക്കാണും. ഞാൻ ഒരു വർഷം ജോലി ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള സമയത്ത് എന്തിനു നമ്മൾ ബോറടിക്കണം? വേറെ നോക്കുന്ന സമയത്താണ് ഒരു ബിസിനസ് വന്നു, കോൺട്രാക്ട് സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചു, നല്ല പുതിയ വഴികളെല്ലാം തുറന്നു. വലിയൊരു പ്രോജക്റ്റും ഞങ്ങൾ സ്വന്തമായിട്ട് ലൈസൻസ് എടുത്തു. പക്ഷേ ആ കൂടെ ഉള്ള ആള് അത്ര വിശ്വാസമില്ല. അതായത് അവിശ്വാസികളോട് നമ്മൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞത് പക്ഷെ പിന്നീടാണ് എനിക്ക് അറിഞ്ഞത്. അത് നമ്മൾ പോയ തെറ്റുപാതയാന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു. ഞാൻ പോയ പാത തെറ്റാണ്, കഷ്ടമാണ്, ഇങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല. എൻ്റെ വൈഫ് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ രാത്രിയിലെ ഉറക്കം വരാതെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ വൈഫിന്റെ തയ്യൽ പടി വച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന സമയത്താണ് ഒരു കമ്പനിയില് എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, പുതിയ കമ്പനി തുടങ്ങാൻ പോണു, അളകരാജ് വന്നിട്ട് അവിടെ നിന്ന് എല്ലാം ശരിയാക്കി കൊടുക്കണം പറഞ്ഞു. പക്ഷെ ശമ്പളം കുറവാ, നിങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ കഷ്ടം സംബന്ധിച്ച് 2 മാസം ശമ്പളം അഡ്വാൻസാ കൊടുത്ത് നീ പോയിട്ട് കടൻ ഭാരങ്ങളെല്ലാം തീർത്തിട്ട് സന്തോഷത്തോടെ വന്ന് ജോലി ചെയ്യണം അങ്ങനെ പറഞ്ഞപ്പോൾ ആ 2 മാസം ജോലി ചെയ്തു. 6 മാസം ജോലി ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞു, കമ്പനി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ 3 മാസം നമ്മൾ നൈറ്റും പകലും വിശ്വാസികൾ നമ്മൾ അധ്വാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഏത് കമ്പനിക്ക് പോയാലും ആ കമ്പനിക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കും, വൈഫും പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം ആ കമ്പനി മാനിക്കും. പക്ഷെ ലാസ്റ്റ് അവർ നമ്മളെ ഉപേക്ഷിക്കും. അവർ കുറച്ച് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കും. നമ്മൾ ഉപേക്ഷിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ കമ്പനി അങ്ങനെ പോകും. നിന്നെ മാനിച്ചാൽ നിന്നെ മാനിക്കവനെ എന്നെ മാനിക്കും, നിന്നെ അനുകരിക്കുവനെ അനുകരിക്കും, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വചന പ്രകാരം മാനിച്ചു. അവിടെ നിന്ന് അടുത്ത കമ്പനിക്ക് ഇങ്ങനെ കമ്പനി മാറി മാറി പോയി. കഷ്ടകാലത്തിൽ ഞാൻ അനുഭവിച്ചത് ഒവ്വൊരു സ്റ്റെപ്പും മുകളിലാണ്, എന്നെ താഴ്ത്തിട്ടില്ല. അങ്ങനെ 2000 കടനെല്ലാം അടച്ചു. ഞങ്ങൾ 2020 19 ഞാനും എൻ്റെ വൈഫും ഇവിടെ നാട്ടിലേക്ക് വന്നു. സ്ഥലം മേടിച്ചു, തറ കെട്ടി, 5 സെന്റ് സ്ഥലം മേടിച്ച് തറ കെട്ടി. എൻ്റെ വിശ്വാസം ഞങ്ങൾ 2012 തൊട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ വൈഫിന്റെ വീട്ടുഭാഗത്ത് ഒരു പ്രേയർ ഗ്രൂപ്പ് തുടങ്ങണം. ആ ചുറ്റും എല്ലാ ഭാഗത്തും സഭകളുണ്ട്. ആ ഗ്രാമത്തിക്ക് സുവിശേഷം പറയാൻ ആരും പോകുന്നില്ല. അത് അന്ധകാര ബന്ധനത്തിൽ കിടപ്പുണ്ട്, സർപ്പത്തിന്റെ കാവലിന്റെ ബന്ധനത്തിൽ കിടപ്പുണ്ട്. പക്ഷെ யாரும் പോകുന്നില്ല. പാസ്റ്റർമാർ இப்போ எனக்கு കല്യാണം കഴിച്ചിട്ട് 23 വർഷമായി. 23 വർഷത്തില് 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ അവർ സുവിശേഷത്തിന് പോയിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ പോയപ്പോൾ വീണ്ടും ആ വെല്ലുവിളി തുടങ്ങി. അവര് 10, 12, 15 വർഷമായിട്ട് ആ പൂജ ചെയ്യാതെ പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടി അവര്. പിന്നെ അവര് മാന്ത്രികം അവരെ വിളിച്ചിട്ട് ചെയ്തു, ഞാൻ പിന്മാറി വരണം, എന്നോട് പറയണം നീ പിന്മാറി വരും,
நீ பின்மாறி வந்தாலும் எனக்கு தலைமுறை உண்டாகும். நான் പറഞ്ഞു അങ്ങനെ ഒരു തലമുറ എനിക്ക് വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു തലമുറ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ് തലമുറ വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ ആസ്പത്രിക്ക് പോകാൻ പറഞ്ഞു പലരും IVF ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു IVF ചെയ്യ വേണ്ട, അത് നമ്മൾ വിശ്വാസികൾക്ക് ദൈവഹിതമില്ല അത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ നിർത്തി. പക്ഷേ നമ്മൾ സമാധാനത്തോടെ ദൈവം ഞങ്ങൾ നടത്തി. അങ്ങനെ ഉള്ള സമയത്താണ് மீண்டும் குவைத்துக்கு போயപ്പോൾ ஒரு தரிசனம் കാണുന്നു. ഒരു കറുത്ത പട്ടി രാത്രി വന്നിട്ട്, പക്ഷെ ഞാൻ സ്വപ്നം പറഞ്ഞാൽ അത് നമ്മൾ നല്ല ഉറക്കത്തിലാണ് കാണുന്നത്. ഈ ദർശനം കാണുന്നത് നമ്മൾ ആത്മാവ് ഉറങ്ങുന്നില്ല, പക്ഷെ ശരീരം ഉറങ്ങിപ്പോവും, ആത്മാ അങ്ങനെ വെളിപ്പിൽ ഉണ്ടാകും. അപ്പോ ഒരു കറുത്ത പട്ടി വന്ന് എന്റെ വലതു കാല് പിടിച്ച് വലിക്കും. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ അന്യ ഭാഷയിലെയും കർത്താവിനോട് സ്തോത്രം പറഞ്ഞിട്ട് അത് ശാസിച്ച് പുറത്താക്കും. അത് പോകുന്ന സമയത്ത് വെറുതെ പോകണില്ല. കതവ് திறந்துണ്ടെങ്കിൽ കതവ് ഡമ്മുന്ന് അടിക്കും, ഇല്ലെങ്കിൽ പാത്രങ്ങൾ ഉരുട്ടി വിട്ടിട്ടാണ് പോകുന്നത്. ഒരു അളമ്പൽ ഉണ്ടാക്കിയിട്ട് പോകും. അങ്ങനെ ഉള്ള സമയത്ത് എന്റെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായി. മുറിവുണ്ടായപ്പോൾ അവിടുത്തെ കുവൈറ്റി ഡോക്ടർ പറഞ്ഞ് കാൽ മുറിക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ ഇന്ത്യക്ക് വന്നു. ഞാൻ மட்டும் വന്നു. ആ സമയത്തിൽ കൊറോണ വേറെ വന്നു. കൊറോണ വന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു. കോഴിക്കോട്ടിലെ ഒരു വൈദ്യടുത്ത് പോയി സൗഖ്യമായി വീണ്ടും പോയി. വീണ്ടും അവിടെ കുവൈത്തിക്ക് പോയപ്പോൾ വീണ്ടും ആ സ്വപ്നം അതേ ദർശനം തന്നെ. വലത് കാൽ വിട്ടിട്ട് ഇടത് കാൽ പിടിച്ചു. ഇടത് കാൽ പിടിച്ച് ഇങ്ങനെ വളിച്ച് കീറും. ഞാൻ എൻ്റെ ഭാര്യ വൈഫോട് പറഞ്ഞ് തട്ടിയിട്ട് ലിഫി ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കും. പല പ്രാവശ്യം ഈ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ പോയി ഞങ്ങൾ ജയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കടൈസിയില വേറെ വഴിയില്ലാതെ ഞാൻ ഒരു ജോലി തിരഞ്ഞെടുത്തു. நல்ல ஒரு ப்ராஜெக்டா. எந்த விசுவாசம் ഈ ப்ராஜெக்ட் கழிஞ்சால் നമ്മൾ രക്ഷ പ്രാപിക്കും. ഒരു ப்ராஜெக்ட்ல 55 ലക്ഷം രൂപ അടയ്ക്കണം. എനിക്ക് ലാഭം மட்டும் കിട്ടും, ശമ്പളം ഇല്ലാതെ ലാഭം மட்டும் 55 ലക്ഷം രൂപ കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഭവനം വയ്ക്കാം, ഒരു ചെറിയ അമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ദേശത്തിൽ സുവിശേഷം പറയാൻ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളോട് വിചാരമുള്ള ദൈവത്തിന്റെ വിചാരം. ദൈവം പറഞ്ഞു നീ അങ്ങനെയൊന്നും പോവണ്ട, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ അങ്ങനെ പോകും ആണ് വിചാരിച്ചിട്ടാണ്. யோபுக்கு வந்த ஒரு சோதனை எങ്ങനെ பரிசிச்சோ അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാം റെഡിയായി. പിറ്റേ ദിവസം രാവിലെ പിന്നെ ഒപ്പുവയ്ക്കണം, ആ കോൺട്രാക്റ്റിൽ ഒപ്പുവയ്ക്കണം. തലേ ദിവസം എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിടത്തിൽ വിസ ഉണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു പാവം ചെയ്തിട്ടില്ല. പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ വെച്ചു, ഒരാഴ്ച വെച്ചു. പലരും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വഴി തുറന്നിട്ടില്ല. ദൈവം അടച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ 3 മാസം അധ്വാനിച്ച് എന്റെ പൈസ എല്ലാം പോയി, എന്നോട് പാർട്ട്ണറിന്റെ പൈസ എല്ലാം പോയി. അവൻ എത്രയോ ശ്രമിച്ചു പുറത്തെ കൊണ്ടുവരാണ്. പക്ഷെ അവിടെ നിന്ന് 1 മാസം ജയിലിലിട്ടു. അവിടെ നിന്ന് ഇവിടെ ക്യാൻസലാക്കി നാട്ടിൽ അയച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് 3 പ്രാവശ്യം ആക്സിഡന്റ് ആയി. ഒരു ദിവസം ജോലി സമയത്ത് ഫസ്റ്റ് ദിവസം ജോലി ചെയ്ത സമയത്ത് யாரோ என்னை பிடிச்சி புஷ் செய்து தள்ளி விட்டப்போ 2 பக்கமும் மெஷினு, ഇപ്പുറത്ത് വിழுந்தாலும் മരിക്കും, ഇപ്പുറത്ത് വിழுந்தாலும் മരിക്കും. വലിയ മെഷീനുകളാ. നടുക്കുള്ള ഇങ്ങനെ കൈകുത്തി വീണിട്ട് ദൈവത്തിനോട് സ്തോത്രം பண்ண രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു. വീണ്ടും വേറെ ഒരു കമ്പനിക്ക് പോയി ജോലി ചെയ്തിട്ട് രാവിലെ വീട്ടിലേക്ക് പോകണം. இதுக்கிடையில எனக்கு ஒரு അപ്ലിക്കേഷൻ കൊടുത്തു കാനഡ പോകാൻ വേണ്ടിയിട്ട്. കാനഡ ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എണീച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കോയമ്പത്തൂർ ഇന്റർവ്യൂക്ക് വരണം. ബൈക്ക് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഒരു പട്ടി ക്രാസായി. ഞാൻ ബ്രേക്ക് അടിച്ചു. ഒരു 50 മീറ്റർ വണ്ടിയോടെ അങ്ങനെ പോയി. പക്ഷേ ദൈവം ഒരു ചെറിയ ഒരു മുറിവ് മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ തൊക്ക് മാത്രം ഇങ്ങനെ ചിറായിച്ചു പോയി. പക്ഷെ ഒരു അബദ്ധം വന്നിട്ടില്ല ദൈവം. അങ്ങനെ അതോടെ തന്നെ ഞാൻ കാനഡ ഇന്റർവ്യൂക്ക് പോയി. ഇന്റർവ്യൂ സെലക്ഷനായി, എല്ലാ കാര്യങ്ങളും നടന്നു. 1 ലക്ഷം രൂപ പൈസ അടയ്ക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പൈസ ഇല്ല, പക്ഷെ എല്ലാം പൈസ എല്ലാം റെഡിയായി. അതും എല്ലാ ദൈവകൃപയില് എല്ലാം റെഡിയായി. പക്ഷെ ഈ സമയത്താണ് കാലിൽ ആ മുറിവ്, ജോലി ചെയ്ത സമയത്ത് ചെറിയ മുറിവുണ്ടായിരുന്നു. അത് പഴുത്തു. ഞാൻ വിചാരിച്ചു ഇത് സാധാരണ ഒരു പഴുപ്പാണ്, ഷുഗർ പഴുപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ട് പാലക്കാട് തൊട്ടടുത്തുള്ള ചെറുപ്പളശ്ശേരി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയപ്പോ ഇത് ഇങ്ങനെ പഴുപ്പ് തുടങ്ങി ദിവസം കയറിക്കൊണ്ടിരിക്കണം. ഡോക്ടറോട് പറഞ്ഞാൽ ശരിയാകും, അവർ ഡെയിലി ക്ലീൻ ചെയ്യും, ശരിയാകും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും, എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരിയും
എൻ്റെ അളിയനും എൻ്റെ മാമനും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ അവർ പറഞ്ഞു, നീ അത് തറവാട് ദൈവങ്ങൾ വിട്ടിട്ട് വന്നതാണെങ്കിൽ ഇങ്ങനെ ആയത്, നീ മടങ്ങി വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മടങ്ങി വരണില്ല, ഞാൻ മരിച്ചാലും യേശുവിന് വേണ്ടി മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വരണില്ല, ആ ജാതീയ ബന്ധനങ്ങൾക്ക് വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഉറപ്പിച്ച് ഞാൻ നിന്നു. അതുകൊണ്ട് എൻ്റെ ഭാര്യ അവർ എല്ലാവരും കൂടിയിട്ട് അവർ വഴക്കുണ്ടാക്കി. ഇന്ന കല്യാണം കഴിച്ച് കൊണ്ടാണ് അവൻ ഇങ്ങനെ മാറിയത്, അവൻ എത്ര വിശ്വാസത്തോടെയാണ് അവിടുത്തെ പൂജകർമ്മങ്ങൾ ചെയ്തത്, നീയാണ് കൊണ്ടുപോയി ഇങ്ങനെ ആക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്കുണ്ടാക്കി. നീ അങ്ങ് സംസാരിക്ക വേണ്ട, എന്റെ ഇഷ്ടത്തിലാ പോയത്, ഞാൻ തേടിയ ദൈവമാണ് എന്നെ വിടുവിച്ചത്. അങ്ങനെ അവർ വഴക്കുണ്ടാക്കിയിട്ട് അതിനു മുന്നേ എൻ്റെ അമ്മ ഉള്ള സമയത്ത് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ബന്ധനമാണ്. ഹോസ്പിറ്റലും എൻ്റെ അമ്മേൻ്റെ വീട്ടിലുള്ള സമയത്തും അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ഞാൻ എവിടെയും വിട്ട് സംസാരിക്കലില്ല. എൻ്റെ ഭാര്യക്കും ചിലപ്പോൾ വഴക്കുണ്ടെങ്കിൽ ഞാൻ പറയും, ഇവളെയും സമാധാനപ്പെടുത്തും എൻ്റെ അമ്മയും സമാധാനപ്പെടുത്തും. എനിക്ക് അത്ര ഒരു ഇതായി. ആ വാക്ക് എങ്ങനെയാണ് വന്നു എനിക്ക് അറിയില്ല, പക്ഷെ ആ ദൈവം വെളിപ്പെടുത്തിയാന്ന് തോന്നുന്നു. എൻ്റെ അമ്മയെ പറഞ്ഞു, പോയിക്കോ, ഇനി എൻ്റെ മൂഞ്ചിൽ വിളിക്കാൻ വേണ്ട, എൻ്റെ അടുത്ത് വരവ് വേണ്ട അങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷെ ഇതുവരെയ്ക്കും ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ചിട്ടില്ല, എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടില്ല. ഈ ഒരാഴ്ച മുന്നേ പറഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസർ വന്നു, ഏതോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് അന്വേഷിച്ചു. പക്ഷെ യാരും എൻ്റെ പെങ്ങളോ എൻ്റെ മാമന്മാരോ യാർ വീട്ടിലേക്കും ഞാൻ ഫോൺ ചെയ്തിട്ടില്ല. അങ്ങനെ ഉള്ള സമയത്താണ് അവിടെ നിന്ന് രാത്രി ഞാനും എൻ്റെ വൈഫും നിലവിളിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാനും മനസ്സിൽ ആശ്രയിച്ചു പോയല്ലോ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, നിങ്ങൾ കരുണ തോന്നണമേ, നാളെ മെഡിസിൻ വാങ്ങാൻ എനിക്ക് പൈസ ഇല്ല, ഒരു ദിവസം 5000 രൂപ വേണം, നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ എല്ലാം പോയി, ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞപ്പോ വിളിച്ചപ്പോ ഞങ്ങൾ കുവൈത്തിലെ സഭയിലെ ആ സഭ, കുവൈത്ത് ഫായിൽ IPC സഭ, അവിടുത്തെ സെക്രട്ടറി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഭയപ്പെട വേണ്ട, ഞങ്ങൾ ഉണ്ട്, ഞങ്ങൾ എല്ലാം ചെയ്യാം, പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിൽക്കി, ഞങ്ങൾ പ്രാർത്ഥിക്കാം അനുബന്ധിച്ച് സഭയായിട്ട് അവർ ഉപവാസി പ്രാർത്ഥിച്ചു, കുഞ്ചുകൾ മുതൽ കൊണ്ട് ഉപവാസി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് മെഡിസിന് വേണ്ടി ആവശ്യമുള്ള പൈസ എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു കുടുംബം ഒരു സ്വന്തം ബന്ധങ്ങൾ പോയപ്പോൾ ദൈവം എനിക്ക് അത്ര സ്വന്തം ബന്ധങ്ങൾ കൊടുത്ത് എന്നെ ആശ്വസിപ്പിച്ചു. അവിടെ പോയിട്ട് സമയത്താണ് ഞങ്ങൾ കുവൈത്തിലെ സർച്ചാപ്പടിൽ ആരാധിച്ചിരുന്ന ഒരു സഹോദരി ഞങ്ങളോട് വന്ന് പറയണു, അളവരാജ് ഇപ്പൊ ആ സഭയെ ദൈവം കൊണ്ടുവന്നതാ, ആ സഹോദരി അവന്റെ സഹോദരിയെ കൊണ്ടുവന്ന് അവരുടെ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ എന്റെ ഭാര്യയെ കണ്ടപ്പോ സംസാരിച്ച് എന്റെ അടുത്ത് വന്നു, ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഭർത്താവ് മരിക്കും എന്നും പറഞ്ഞാ, നമ്മൾ ഈ ശ്വാസം വിടുന്ന സമയത്ത് ശരീരം മുഴുവൻ പായസം കയറിയതാ. ഈ ശ്വാസം വിടുന്ന സമയത്ത് അധികപക്ഷം 1 മണി നേരം പിടിച്ചു നിൽക്കും, ഇല്ലെങ്കിൽ മരിക്കും ആ ശ്വാസം തിരിച്ചു വരണമെങ്കിൽ. പക്ഷെ ഇത് 5 മിനിറ്റ് 6 മിനിറ്റ് 10 മിനിറ്റ് വരയ്ക്കും ഇങ്ങനെ നിൽക്കും, വലിച്ചു നിൽക്കും, ഇപ്പൊ പോകും വിചാരിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം, 10 ദിവസം എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ ചിന്തിക്കുന്നില്ല. ആ സമയത്തിലാണ് സഹോദരി എന്ന് പറഞ്ഞു, ഇപ്പൊ നീ വിളിച്ചു കൊണ്ടുപോയിക്കണം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ജീവൻ പോകും, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് ആ കാൽ മുറിക്കണം ആണ് പറഞ്ഞ് എൻ്റെ മുട്ടിന്റെ ഇടതുകാല് മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിച്ചിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, കാൽ മുറികിട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മാംസം ശത്രു എടുത്ത് കൊല്ലട്ടെ, പക്ഷെ എൻ്റെ ജീവൻ എനിക്ക് വേണം, എൻ്റെ ജീവൻ യേശുക്ക് വേണ്ടി വേണം, ആ യേശുക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോയി ബെഡിൽ ഇട്ടു. പക്ഷെ അവര് മാക്സിമം ഒരാഴ്ച വെച്ച് കാണും, ഒരാഴ്ചക്ക് ശേഷം അവര് പറഞ്ഞു വിടും. ഇങ്ങനെയുള്ള സമയത്തിലാണ് എവിടെ പോകും, എനിക്ക് വീടുമില്ല, എൻ്റെ വൈഫിന്റെ സ്വന്തം ബന്ധം ആരും കാണാൻ വന്നിട്ടില്ല, എൻ്റെ സ്വന്തം ബന്ധം ആരും കാണാൻ വന്നിട്ടില്ല. ഞങ്ങൾ കുട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അനിയന്റെ മക്കളെ ഞാൻ നോക്കി, അവരും തിരിച്ചു നോക്കിയിട്ടില്ല. എവിടെ പോകും ഞാൻ ഇങ്ങനെ? കർത്താവേ അവൻ പറഞ്ഞപ്പോ കരഞ്ഞു. ഡെയിലി ഡ്രസ്സിങ് ചെയ്യാൻ പറഞ്ഞ ട്രെയിനിങ് ഡോക്ടർ വരും, അവളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, പേടിക്കണ്ട അച്ഛാ, ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ. വീണ്ടും 15 ദിവസം കൂടി കൊടുത്തു. അതിനുശേഷം അവൾ പറഞ്ഞു, അച്ഛാ ഇതിന് കൂടുതൽ വയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ വീട് നോക്കണം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട് നോക്കിയാൽ പറഞ്ഞ പൂറ ഫസ്റ്റ് ഫ്ലോറാ, ഈ കാൽ വെച്ച് എങ്ങനെ ഫസ്റ്റ് ഫ്ലോർ പോകും? അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു സഹോദരി ഇരിഞ്ചലക്കുടലുണ്ട്, അവൾ ഞങ്ങൾ സഭയിൽ ആരാധിച്ചതാ. ആ സഹോദരി പറഞ്ഞു, എൻ്റെ വീട് തിറന്ന് കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി, അവിടെ ആരുമില്ല, നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടാകും, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ആ ഭവനം എനിക്ക് ഒരുക്കി കൊടുത്തു.
ദൈവത്തിന്റെ അത്ഭുതം. അവൻ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടിയെ കരുതി വെച്ചിട്ടുണ്ട്. എല്ലാം അവൻ ചെയ്യും. പക്ഷെ അവനെ ആശ്രയിക്കണം, അവനെ നോക്കി നീ വിളിക്കണം. അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പോ ആ ഭവനത്തേക്ക് പോയി. ആ ഭവനത്തേക്ക് പോയപ്പോ ഇരിഞ്ച കൂടെ പാസ്റ്റ് ഞങ്ങൾ സ്വന്തം സഹോദരനെ പോലെ എന്നെ കണ്ടു. അവിടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തു. ചില ദിവസം ഡ്രസ്സിങ് ചെയ്യണം. ഡ്രസ്സിങ് ചെയ്യണം, ഒന്ന് ആശുപത്രിക്ക് പോകണം, ഇല്ലെങ്കിൽ ഒന്ന് നർസ് വരുത്തിട്ട് ഞാൻ ഡ്രസ്സിങ് ചെയ്യണം. ആരെന്നെ കൊണ്ടുപോകും? எனக்கு അവിടെ കുഞ്ഞുങ്ങൾ മക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്വസിക്കണം, മക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ദൈവം നമ്മൾക്ക് ആ ഇരിഞ്ചല കൂടെ സഭയില് ഞങ്ങൾക്ക് മക്കളെ കൊടുത്തു. പാസ്റ്ററിന്റെ മകൻ അബിന് പേര്, നല്ല ചെക്കന. ഒരു അപ്പടെ എങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നു അതുപോലെ നമ്മൾ സഭയ്ക്ക് ആരാധനയ്ക്ക് എല്ലാം കൊണ്ടുപോകും. അതുപോലെ അവൻ പറഞ്ഞു, അങ്കിളെ നീ പേടിക്ക വേണ്ട, നമ്മ സഭയില് ഒരു ചേച്ചി ഉണ്ട്, ഞാൻ പറയാം, പുള്ളി വന്നിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിങ് ചെയ്യും. ഞാൻ പറഞ്ഞു ഓക്കെ മോനെ, സന്തോഷം. പക്ഷേ ഈ ജാതിയെ പറ്റി നമ്മൾ മിന്നും വിട്ടിട്ടില്ല. വീണ്ടും പറഞ്ഞു അവിടെ ആ സഹോദരിക്ക് ആ മോൾക്ക് ഡ്യൂട്ടി മാറ്റി. പക്ഷെ നമുക്ക് തക്ക സമയത്തിൽ വന്ന് ഡ്രസ്സിങ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ആ വീട് ഞങ്ങൾ കൊടുത്തില്ലേ, ആ സഹോദരന്റെ മോൾ ഡാക്ടർ പഠിച്ചത് റഷ്യയില്, ഉക്രൈനില്. അവൾ വന്ന് പറഞ്ഞു, അങ്കിളെ പേടിക്ക വേണ്ട, ഞാൻ ചെയ്യാൻ പറഞ്ഞു. ഈ രണ്ടു മക്കളും കൂടിയിട്ട് മാറി മാറി എനിക്ക് ഡ്രസ്സിങ് ചെയ്തു. ഈ മോൻ ഞങ്ങള് സഭയ്ക്ക് കൊണ്ടുപോവാൻ കാർ കൊണ്ടുവരും. അവന്റെ പാസ്റ്ററിന്റെ കാർ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോകും. അതുപോലെ 15 ദിവസത്തിന് ഒരു പ്രാവശ്യം ഞാൻ തിരുച്ചൂർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് പോകണം. അവൻ കൂടെ വന്ന് ഒരു അപ്പണക്ക് ചെയ്യുന്നത് പോലെ എന്റെ മക്കൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ദൈവം അത്ര വലുത് ചെയ്തു, അത്ഭുതമായി നടത്തി. ആ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മക്കളോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളെ, ദൈവത്തെ വിട്ടു പോകരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഒരു അപ്പനോട് ചോദിക്കുന്ന പോലെ ചോദിക്കണം, നിങ്ങൾ നല്ല പോലെ ദൈവം അനുകരിക്കണം പറഞ്ഞു. ആ മോള് കീർത്തിന്ന് പറയും. ആ മോൾക്ക് ഒരു പൈസ ചെലവില്ലാതെ കുവൈത്തിൽ നഴ്സിംഗ് ജോലി കിട്ടി. അവൾ കുവൈത്തിൽ പോയി. ആ ഡാക്ടർ പഠിച്ച കുട്ടി ആ മകളോടും പറഞ്ഞു, ആ മകൾ സ്കോട്ട്ലാൻഡിക്ക് ജോലി കയറി, ഒരു പൈസ ചെലവായിട്ടില്ല. മോളും നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങി. ദൈവം ഞങ്ങൾക്ക് ഉപകാരം ഒന്നും നോക്കാതെ ഞങ്ങൾ ഉപകാരം ചെയ്തു. ദൈവം അത് നീതിക്കായി മാനിച്ച് അവർക്ക് വളർത്തി. ഇങ്ങനെ ദൈവം നടന്നുകൊണ്ടായിരുന്നു. ആ സമയത്ത് ആ വീട്ടു വിട്ട് ഞങ്ങൾ വടക്കഞ്ചേരി വരണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പായിൽ സഭ പറഞ്ഞു, പേടിക്ക വേണ്ട, ഞങ്ങൾ കുറച്ച് പൈസ കൊടുക്കാം, നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലമുണ്ടല്ലോ, അതിൽ വീട് വെക്ക് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആ വീട് വെക്കണമെങ്കിൽ 3.5 ലക്ഷം രൂപ പോരാ, പൈസ അധികം വേണം. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ആ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ വേറെ ഇൻട്രസ്റ്റും എൻ്റെ വൈഫിന്റെ ചെറിയ ജോലിയും എൻ്റെ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ സമയത്തില് എനിക്ക് കാൽ വയ്ക്കാനും ഒരു പാസ്റ്റർമാരെല്ലാം അയച്ചു കൊടുത്തു, കൃത്രിമ കാൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അപേക്ഷിച്ച് കൊടുത്തു. അവർ ഉപേക്ഷിച്ചു. ഞാൻ ആ സഹോദരി വിളിച്ച് ചോദിച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് മക്കളില്ല, എനിക്ക് ഒരു കാൽ വേണം പറഞ്ഞപ്പോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് കാൽ വെച്ച് കൊടുത്തു. അങ്ങനെ ദൈവം നമ്മൾ വിചാരിക്കുന്നതും അത്രയും നമ്മളെ ദൈവങ്ങൾ നടത്തി. എന്റെ ജാതീയ ബന്ധങ്ങൾ ഇതുവരെയ്ക്കും ഞാൻ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. എല്ലാരെങ്കിലും ഉപേക്ഷിച്ച് നിന്ദിച്ചു, അവമാനിച്ചു, പരിഹസിച്ചു. പക്ഷെ ഞാൻ എന്റെ ദൈവത്തിനെ വിട്ടു മാറിയിട്ടില്ല. എന്നോട് ലാസ്റ്റിൽ ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കുരിശിൽ സിലുവയിൽ ഞങ്ങൾ കൈവഹിച്ചു, ഇനി ഞങ്ങൾ പിന്മാറി പോകുന്നില്ല. ഞങ്ങൾ അന്ത്യത്തോളം വരം ഈ സിലുവയിൽ ഈ കുരിശിൻ മറവിൽ തന്നെ ഞങ്ങൾ പോകും, ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് പറഞ്ഞു അവരോട് വിട്ടു. ശരി, ഇനി എത്ര കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചാലും ഞങ്ങൾ ആ ദൈവത്തെ വിട്ട് ഞങ്ങൾ മാറുന്നില്ല. ഈ ദൈവം എங்களுக்கு മതി. ഈ ദൈവമാണ് രക്ഷ, ഈ ദൈവമാണ് എനിക്ക് ഇപ്പോ ഈ സമയത്ത് ദൈവം വലിയ ചെയ്തു കൊണ്ടിരിക്കുന്നു. ഞാൻ പലര് അതായത് ഞാൻ ആ കുവൈത്തിലെ പൈസ ഉണ്ടാക്കി അത് വീട് വെച്ചു ഞാൻ സൂക്ഷിച്ചാലും ഇതുപോലെ ഞാൻ ചെയ്യുന്നില്ല. 2026 25 വണ്ടിപ്പെരിയാർ പോയി പല സഭകളിലും പോയി സാക്ഷി പറഞ്ഞു. പല കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ശ്രീയച്ചൻ വളരെ പാവപ്പെട്ടവനാണ്, പാപം ചെയ്തവനാണ്, സരിயான പാവമാണ്. അവന് ഭാര്യ മക്കളും വീട്ടു വിട്ട് പുറത്താക്കി. 15 വർഷം അവർ സംസാരിക്കാൻ, അച്ഛനും മോനും സംസാരിക്കാൻ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് കണ്ടു. ഞാൻ വിശ്വാസം വന്നപ്പോ അവൻ എന്നെ തേടി വന്നു, എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അവനും ഇതുപോലെ എന്നെ പോലെ തന്നെ കാൽ മുറിഞ്ഞു. അത് എന്റെ കുടുംബത്തിൽ ഒരു വലിയ ശാപമാണ്. എല്ലാവർക്കും 55 വയസ്സായി കഴിഞ്ഞാൽ 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാകും. അതില് അങ്ങനെ ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. അവനോട് പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാം. 2 വചനം മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും.
അന്യ കൺകളല്ല, എന്റെ സ്വന്തം കൺകളാണ് നാം കാണും. ഈ 2 വചനം വെച്ച് പ്രാർത്ഥിക്ക്, എന്റെ മകൻ എന്നോട് വരും. ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. ഒരു ദിവസം നല്ല പ്രാർത്ഥിച്ചിട്ട് അവനോട് സംസാരിച്ചു. അവനോട് എന്റെ സാക്ഷ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എന്റെ ഏട്ടനാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ ദിവസം അവന്റെ അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളിയാ. നീ എന്തിന് എല്ലാവർക്കും കണ്ടവണക്കെല്ലാം നീ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇനിമേൽ വിളിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല. നമ്മ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ലോ, തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവനെ നന്മ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മ സാക്ഷി മാത്രം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോ അവൻ അന്ന് രാവിലെ 5 മണിക്ക് അച്ഛനെ വിളിച്ചിട്ട്, ആണ് അണ്ണനെ സംസാരിച്ചത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, അണ്ണനോട് പറയണം പറഞ്ഞിട്ട് അവൻ എന്നോട് വിളിച്ചെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു. അവൻ അച്ഛനോട് സംസാരിച്ചു. 15 കൊല്ലം സംസാരിക്കാതെ മകൻ അച്ഛനോട് സംസാരിച്ചു. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൻ ദൈവത്തെ സ്വീകരിച്ചു, യാനസ്ഥാനം എടുത്ത് കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കണം. പലർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഇടയ്ക്ക് ഞാൻ ഇവിടെ വടക്കഞ്ചേരി സഭയ്ക്ക് പോകാത്ത സമയത്ത് ഇവിടെ നമ്മൾ ബിനുപാസ് സഭയ്ക്ക് പോകും. അവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട്, അവരോട് സാക്ഷി പറയും. ഇങ്ങനെ ദൈവം ഒവ്വൊരു വഴിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്നു. ആ തടസ്സങ്ങൾ മാറി ദൈവം അവിടെ പോകാൻ എല്ലാ സഹായം ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇന്ന് എന്റെ ജീവിതകാലം ഞങ്ങൾ അന്ത്യം പറയും. ഞങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥന, ഞാൻ ഇനി വിളിക്കുന്ന സ്ഥലം ചുറ്റും അമ്പള. ഒരു പക്കം സർപ്പത്തിന്റെ കാവ്, ഒരു പക്കം മാരിയമ്മന്റെ കോവിൽ, പുറകിൽ ഗണപതി അമ്പലം, പിന്നീട് തിരുവരാമ്പലം. ഇങ്ങനെ അമ്പലങ്ങളാണ് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇന്നത്തെ ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മധ്യയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. നൈറ്റ് 10 മണിക്ക് ശേഷമാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. 11 മണി വരയ്ക്കും 12 മണി വരയ്ക്കും പ്രാർത്ഥിക്കും. എല്ലാവർക്കും പ്രാർത്ഥിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചോദിക്കുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കും. ഈ രഘുപത് പ്രിയർഗസ് പരിചയം കണ്ടിട്ട്, ആ വചനം കണ്ടിട്ട് പലരും വിളിക്കാറുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു. ദൈവം ഞങ്ങളെയും എന്നെയും എന്നെ ഭാര്യയെയും ഞങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷ സാക്ഷ്യ ഹൈന്ദവത്തിലുള്ള ആൾക്കാരുകളോ அல்லது വിശ്വാസികളോ ഈ സാക്ഷി കേൾക്കുന്ന സമയത്ത് ദൈവത്തോട് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നീ ഹൈന്ദവർക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾ സത്യത്തെ കണ്ടറിയണം. ഏത് ദൈവമാണ് സത്യം? ഏത് ദൈവമാണ് ഞങ്ങൾ വെളിച്ചത്തിൽ നടത്തുന്നു? ഏത് ദൈവമാണ് നമ്മളെ ശാപത്തെയും പാപത്തെയും പോക്കിടുന്നത്? ഏത് ദൈവമാണ് നമ്മൾക്ക് പരിഹാരമായത്? ഹിന്ദുക്കൾ വേദത്തിൽ പറയുന്നു, പരിഹാരം പൂജകളും ചെയ്താൽ മാത്രമേ പാവങ്ങൾ പോകും. പക്ഷേ വേദത്തിൽ ബൈബിളിൽ പറയുന്നു, എന്റെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി പരിഹാരമായി തീർന്നു. ആ പരിഹാരമായി തീർന്ന ദൈവം വേണോ, ഇല്ല പരിഹാരം ചെയ്യും പറയുന്ന ദൈവം വേണോ? നിങ്ങൾ ചിന്തിക്കുക. പണ്ട് കാലത്തിൽ നമ്മൾക്ക് പഠിക്കാൻ അത്ര ഒരു വസതിയല്ല. ഇന്ന് എല്ലാം ഉണ്ട്. നമ്മൾ അന്വേഷിക്കാനും നമ്മൾ ചർച്ച ചെയ്യാനും എല്ലാം ഉണ്ട്. നിങ്ങൾ വേദങ്ങൾ വായിക്കണം. വേദത്തിൽ എന്ത് പറയുന്നു? വേദത്തിൽ പറയുന്ന നിഷ്കളങ്ക പുരുഷൻ ആരാണ്? പാപം ചെയ്യാത്ത മനുഷ്യൻ ബലിയായി തീർക്കണം പറയുന്നു. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് സത്യദൈവത്തെ തേടി വരണം. എന്നെ ശാപക്കെട്ടുകളിലും പാപക്കെട്ടുകളിലും വിഗ്രഹ കോട്ടകൾക്ക് അടിമയായിരുന്ന ഞങ്ങളെ, ബന്ധിച്ചു കിടന്ന ഞങ്ങളെ വിടുവിച്ച ഈ ദൈവം എന്നെ തേടി വന്നു. ഞാൻ തേടി പോയിട്ടില്ല, ഈ ദൈവം എന്നെ തേടി വന്നതാണ്. അതുപോലെ നിങ്ങളെയും തേടി വരും. വിശ്വസിക്കണം. ഈ ദൈവമാണ് സത്യ ദൈവം. ഈ ദൈവമാണ് നമ്മൾ രക്ഷിക്കുന്നത്. ഈ ദൈവമില്ലാതെ ഒരു ദൈവം ഇല്ല. അങ്ങനെ ആ വിശ്വാസം, വലിയ വിശ്വാസം വേണ്ട, കടുകള വിശ്വാസം നീ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നീ ആ ദൈവത്തെ കണ്ടെത്തും. ആ വിശ്വാസം നീ വരണം. ആ വിശ്വാസത്തെ കർത്താവേ നീ എന്നിൽ വരണം, നീ എന്നിൽ വരണം. നീ സത്യ ദൈവം யாருன்னு வெளிப்படுத்தி கொடுக்கணும் പറഞ്ഞാൽ ആ ദൈവം മുന്നിൽ വരും. നീ തേടി പോക വേണ്ട, നീ മലയേറ വേണ്ട, നീ ദൂരപ്രദേശം യാത്ര ചെയ്യ വേണ്ട, ക്യൂർ നിൽക്ക വേണ്ട, പരിഹാരങ്ങൾ ചെയ്യ വേണ്ട. പരിഹാരിയായ ഒരു യേശു ക്രിസ്തു നിങ്ങൾ മുന്നിൽ വന്ന് നിന്നെ രക്ഷിക്കും. രോഗത്തിലും സരി, പാപത്തിലും കട്ടുകളിലും ബന്ധനങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നതാണ്. ഞാൻ സാക്ഷിയാണ്. ഞാൻ അത് രുചിച്ചറിഞ്ഞവനാണ്. ഞാൻ രുചിച്ചറിഞ്ഞ ശ്രീ യേശു ക്രിസ്തുവെ നിങ്ങൾ രുചിച്ചറിയണം. സത്യത്തെ അറിയണം. പലരോട് സാക്ഷി പറയണം. அதுதான் நான் உங்களோட ചോദിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും പലർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യ ദൈവത്തെ കണ്ടുമുട്ടുവേൻ. സത്യം നിങ്ങളെ വിടുവിക്കും. ഉലകത്തിന് വെളിച്ചമായി വന്നവനാണ് യേശു ക്രിസ്തു പറയും. നാനേ വെളിച്ചമെന്ന് പറയണു, നാനേ ജീവ ഊട്ടെന്ന് പറയണു. നീ അവിടെ വന്നിട്ട് ദൈവത്തോട് അന്വേഷിക്കും. നീ തേടി പോക വേണ്ട, എവിടെ പോകണ്ട. ദൈവം പറയുന്നു,
இந்த ஹிருதயத்திലാണ് வசிக்கிறது. ஒவ்வொரு மனுஷன் ஹிருதயத்திலும் தெய்வம் உண்டு, இயேசு கிறிஸ்து உண்டு. പക്ഷെ അത് പലർക്കും ഹൈന്ദവരിൽ ഉള്ളവർക്ക് എല്ലാവർക്കും മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യേശു ക്രിസ്തു ആ പുറജാതികൾക്ക് വേണ്ടി ஆலயத்தின் திரட்சிகளை கீறி, அது போல நீங்கள் ஹிருதயத்தில் மூடிக்கிடக்கிற திரட்சிகளை கீறி நீங்கள் வெளிச்சத்துக்கு வரணும் என்று പറയணும். நான் இயேசு நாமத்தில் அதுபோல விசுவாசிகளும் പറയணும். இன்னும் பல குடும்பங்கள் கர்த்தாவே விசுவாசம் இல்லாத ரட்சிக்கப்பட்டு மானசந்திரம் இல்ல, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് പോകணும், ഒരു വിടുതൽ ഇല്ല, പല സഭകൾ വിടുതൽ ഇല്ല, മക്കൾ വഴിതെറ്റി പോകുന്നു, മക്കൾ വിശ്വാസമില്ലാതെ പോകുന്നു. അപ്പനും അമ്മയും പറഞ്ഞുകൊണ്ട് ജ്ഞാനസ്ഥാനം എടുക്കുന്നു. പക്ഷേ അത് മുഴു ജ്ഞാനസ്ഥാനം എന്താണ്, അതെന്താണ് മാനസ്ഥാനം പറയാതെ അവർ ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾ കൈതൊട്ട് പ്രാർത്ഥിക്കണം, അവർ ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ എന്റെ മകൻ ഇങ്ങനെ ആകുന്നു. ഇന്ന് പല കുഞ്ചുകൾ ആളുകൾ വിശ്വാസ കുഞ്ചുകൾ തന്നെ ആ പാവത്തിന് വേണ്ടി പോകുന്നു. ആള് ഇവിടുന്ന് വീട്ടിൽ വിട്ട് പുറജാതികൾക്കോ പുറദേശങ്ങൾക്കോ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ അവർ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ചുകളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച് വളർത്തിയത്. അതുകൊണ്ട് ഞാൻ വിശ്വാസികൾക്ക് പറയണു, ദൈവത്തോട് കരയണം, 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 കരഞ്ഞ് മക്കൾക്ക് വേണ്ടി ഒരു വിടുതല കൽപ്പിക്കണം. അവനെ വീണ്ടും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് അവൻ ആത്മാവും സത്യത്തിലും വരാൻ വേണ്ടി ആ മാനസാന്തരം എന്താണ് ഒവ്വൊരു കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് കുടുംബത്തിലും പലരും പല പ്രശ്നങ്ങളുണ്ട്, വിട്ടു പോകാൻ പാടില്ല. വചനം പറയുന്നു, ദൈവമാണ് ചേർത്ത് വെച്ചത്. പലർ മുന്നിലും പല സഭകൾ മുന്നിലും കുട്ടി വരുത്തിട്ടാണ് നിന്നെയും നിന്റെ ഭാര്യയും ഭർത്താവിയും ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് എല്ലാവരും ആശ്രയിച്ച കുற்றങ്ങൾ വന്നാലും അത് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് ദൈവത്തോട് ചോദിക്കണം, എന്തിന് കുറ്റം വന്നു, ഈ ബന്ധനങ്ങൾ നമ്മൾ വിട്ട് മുറിഞ്ഞു മാറിപ്പോകുന്നു എന്ന് ചോദിക്കണം. ഞാനും എന്റെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾ ഹിന്ദുക്കൾ വന്നത് കൊണ്ട് പല കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ഭാര്യയും പലതവണ പോരാട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പറയുന്നതാണ്, ഞങ്ങൾ ഇന്നു വரைக்கும் ആ വചനം വൈകുന്നേരം മുൻപ് തന്നെ ഞങ്ങൾ മാനസാന്തരപ്പെടും. ഇല്ല വൈകുന്നേരം ആരാധിക്കുന്ന സമയത്ത് പ്രശ്നം വന്നാൽ രാവിലെ ഞങ്ങൾ സത്യത്തിൽ കുടുംബമായി ഇരുന്ന് ആരാധിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മ ഭർത്താവ് ദൂരെ പോയോ അവ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നെ ചേർത്ത് വെച്ചല്ലോ, എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി, നീ ദാനമാത്തിന്റെ കുഞ്ചുകൾ ഇങ്ങനെ ആയിപ്പോയി, ഇല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയി. ദൈവത്തോട് കരയുമ്പോ ദൈവം സമാധാനത്തിന് ദൈവം, സമാധാന നായകൻ, സമാധാനത്തിന് പ്രഭു, അവന് സമാധാനമായിട്ട് ദൂതന്മാരെ അയക്കും, നല്ല വചനങ്ങളെ അയക്കും, നിങ്ങൾ വിടുവിച്ച് കാക്കും. ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്, കൂടാതെ ഒരുത്തരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പക്ഷെ ഈ ദൈവം നമ്മൾക്ക് ഇത്ര നന്മകൾ ചെയ്തിട്ട് ഈ നന്മകൾ നമ്മൾ എങ്ങനെ ആ ദൈവത്തിന് പകരം കൊടുക്കും? ദാവീദ് പറയുന്നു 116 സംഗീതത്തിൽ പറയുന്നു, കർത്താവേ നീ ചെയ്ത നന്മയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, പകരം എന്ത് ചെയ്യും? അപ്പൊ പറയുന്നു, മറുപടിയായി പറയുന്നു, നീ ചെയ്ത നന്മകളെ ഞാൻ സാക്ഷീകരിക്കും പറയുന്നു. അതുപോലെ ദൈവം ஒவ்வொருத்தருக்கும் ஒரு சாட்சி கொடுத்துருண்டு. ഞാനല്ല, விசுவாசிகளுக்கும் ஒவ்வொரு சாட்சியும் உண்டு. அது நம் காணுன இடத்தெல்லாம் പറയണം. எனக்கு ஒரு சிறிய மினிட்டு ஒருத்தர் ஹிருதயம் கொடுத்து കഴിഞ്ഞാൽ അവരുടെ കയറി സാക്ഷി പറയും. അതുപോലെ തന്നെ എന്റെ ഭാര്യയും ഒരു ചെറിയ ഫോൺ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഒരു ചെറിയ കൊടുത്തിട്ട് ഇങ്ങനെ വിശ്വാസം വന്നു പറഞ്ഞാൽ ഞങ്ങൾ സാക്ഷി പറയാൻ തുടങ്ങും. അങ്ങനെയാണ് ഞങ്ങള് പലരിടത്തും സാക്ഷി പറയണത്. പക്ഷെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വിശ്വാസികൾ എല്ലാവരും നമ്മൾ സാക്ഷികളെ പുറത്തു കൊണ്ടുവരണം. നമ്മൾ ജോലി സ്ഥലത്ത്, നമ്മള് കുഞ്ചുകൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ അനുഭവിച്ച സാക്ഷ്യം പറയണം. പലരെയും വിശ്വാസത്തെ കൊണ്ടുവരണം. ഇനി സഭകളിൽ ആത്മാക്കളെ നേടാത്തത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലരും സാക്ഷി പറയാനില്ല. ஒவ்வொரு ஆத்மாவும் ஒவ்வொரு விசுவாசியும் ஒரு ദിവസം ஒரு வருஷத்துல நான் ഈ വർഷം ഒരു ആത്മാവിനെ സഭയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവതും എല്ലായിടത്തും ആത്മാക്കൾ സഭയിൽ നിറഞ്ഞു വഴിയും. പക്ഷെ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സേവിക്കണം, ദൈവം ചെയ്ത നന്മകളെ ഏറ്റുപറയണം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറ്റുള്ളവരോട് പറയണം, പലരോട് സാക്ഷി പറയണം, പലരോട് സാക്ഷിയായി ജീവിക്കണം. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നിങ്ങളെ വിടുവിക്കും. அப்போஸ்தலன் பவுலோஸ் പറയുന്നത്, നീയും നിന്റെ കുടുംബമോ ആളുകളെ രക്ഷിക്കുന്നീങ്ങൾ യേശുവിൽ ചേർന്ന് വരണം, യേശുവോട് ചേർന്നിരിക്കണം. യേശുവിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപോതും കൈവിടാതെ ദൈവനാണ്. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ, വിശ്വാസികൾ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ വർഷം ஒவ்வொரு സഭയിലും ஒவ்வொரு ആത്മാക്കളെ കൊണ്ടുപോകണം. അതുപോലെ ഹൈന്ദവത്തിലുള്ളവர்கள் സത്യത്തെ അറിവാൻ, കണ്ണുകളെ തുറക്കാൻ നിങ്ങൾ അന്വേഷിക്കണം. ഹൃദയത്തിൽ വിചാരിച്ചാൽ മതി, കർത്താവിന് മുന്നിൽ വരും, എല്ലാം എത്തിപ്പിക്കും. എല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം കൊടുത്ത അരോമ ടിവിക്കും ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അവർ ടീമുക്കും
നന്ദി പറഞ്ഞുകൊണ്ട് എൻ സാക്ഷ്യത്തെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ அதிகமாக சிநேகிக்கும் நல்ல தகப்பனே கர்த்தாவே இயேசுவே, இந்த வேளையிலும் கர்த்தாவே ஹல்லேலூயா ஹல்லேலூயா அடியானையும் ஒரு சாட்சியை நிறுத்துவான் கர்த்தாவே ஹல்லேலூயா நீ கிருபை தന്നു അതിനുവേണ്ടി സമയം വേർതിരിച്ചു കൊടുത്ത ഹല്ലേലൂയ കർത്താവേ இந்த ടീമുക്കും അരോമ ടിവിക്കും പാസ്റ്റർക്കും കുടുംബത്തിനും അവിടുത്തെ കൂടുതൽ അധ്വാനിക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപോതും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. நாங்கள் ഈ சாட்சி கேட்கிற ஒவ்வொரு ஹிருதயத்திலும் സംസാരിക്കണമേ கர்த்தாவே. நான் പറഞ്ഞ ஒவ்வொரு சாட்சியும் பலரையும் விசுவாசத்தில் நடத்தணுமே கர்த்தாவே. அது போய பாதைகளோ ஹல்லேலூயா கர்த்தாவே ஹல்லேலூயா கர்த்தாவே കാണാத வழிகளோ கர்த்தாவே நீ அவர்களை வழிநடத்தணுமே. இந்த வചனம் ஹல்லேலூயா அவர்கள் ஒவ்வொரு ஹிருதயத்திலும் സംസാരിക്കണമേ கர்த்தாவே. அந்த வചனம் அவர்களோடு கொண்டு சேர்ப்பான். ஆத்மாக்களை கொண்டு சேர்க்கணுமே கர்த்தாவே. தாசமாரை கொண்டு சேர்க்கணுமே. ஹல்லேலூயா ஸ்தோத்திரம், ஸ்தோத்திரம், ஸ்தோத்திரம். நான் கண்டு ஹல்லேலூயா அனுபவிச்சு ஹல்லேலூயா நான் ருசிச்சறிஞ்ச ஹல்லேலூயா என்னை சிநேகிச்ச ஒரு தகப்பனை போல, ஒரு சிநேகிதனை போல, ஒரு மாதாவினை போல ஹல்லேலூயா கண்டறிஞ்ச இயேசுவை எல்லாரும் ஹல்லேலூயா அறியும்படி ஹல்லேலூயா കർത്താവേ അവർ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. സ്തോത്രം. എൻ ദൈവം വലിയവനാണ്, എൻ ദൈവം നല്ലവനാണ്, എന്റെ ദൈവം നല്ല ശക്തനാണ് என்று அறியும்படி கர்த்தாவே அது ஹிருதயத்தில் സംസാരിക്കണമേ. அப்பா ഞങ്ങളെ കൊണ്ട് കഴിയാத കാര്യങ്ങളെ എൻ ദൈവം സാധിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് കർത്താവേ. ഈ ദിവസങ്ങളിൽ പല വിടുതൽ ഉണ്ടാകണമേ. ദേശത്തിന് വിടുതൽ ഉണ്ടാകണമേ കർത്താവേ. പല പിന്മാറ്റക്കാർ മടങ്ങി വരണമേ. കുടുംബത്തിൽ കർത്താവേ ഭാരം പ്രയാസങ്ങൾ നീങ്ങണമേ. രോഗങ്ങൾ നീങ്ങി സൗഖ്യം പ്രാപിക്കണമേ കർത്താവേ. ഹല്ലേലൂയ അതുപോലെ വിശ്വാസികളും വിശ്വാസത്തോടെ ഹല്ലേലൂയ താൻ പഠിച്ച വചനങ്ങളെ കർത്താവേ ഹല്ലേലൂയ കർത്താവേ പലരോട് പറയുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ സ്തോത്രം. ഒരു യജമാനൻ ഹല്ലേലൂയ തന്റെ വേലക്കാരർക്ക് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ 10 താളെന്നും 5 താളെന്നും 1 താളെന്നും കൊടുത്തു. പക്ഷെ അവർ രണ്ടുപേരും ഹല്ലേലൂയ 2 മടങ്ങായി ഹല്ലേലൂയ അത് ഹല്ലേലൂയ അവർ കർത്താവ് ഉണ്ടാക്കി. ഒരുത്തൻ മറച്ചു വെച്ചു. അതുപോലെ കർത്താവേ இல்லப்பா நீ கொடுத்த எங்களுக்கு இந்த தாளந்துகளை அல்லது நீ எங்களுக்கு கொடுத்த கிருபைகளை மற்றவரோடு பகிர்ந்து கொண்டு ஹல்லேலூயா பல ஆத்மாக்களை நேடுவானுங்கள் கிருபை தரணமே கர்த்தாவே. தாழ்த்தி സമർപ്പിക്കുന്നു. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. പിതാകുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് താങ്ക് യു പ്രിയ അളകർ രാജ് ബ്രദർ. അത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ അളകർ രാജ് ബ്രദറിന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തമിഴ്നാട്ടില് തേനി ഡിസ്ട്രിക്റ്റില് ജനിച്ച് വളർത്തപ്പെട്ടു. ഇന്ന് കേരളത്തില് പാലക്കാട് ജില്ലയില് പാർത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ ബ്രദറിനെ കുടുംബമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല അനുഭവങ്ങൾ, ദൈവത്തിന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തി എവിടെ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് തീരുമാനിച്ച് ദൈവം ആ വ്യക്തിയെ അയക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ചുറ്റുപാടുകൾ, ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ പോലും നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തി, നമ്മുടെ അടുത്ത ബന്ധു, അടുത്ത സുഹൃത്ത്, നമ്മുടെ രക്തബന്ധമായി നമ്മുടെ ദൈവം മാറുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് പ്രിയ ബ്രദറിനെയും കുടുംബത്തെയും ദൈവം മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒരുപക്ഷെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ വളർത്തപ്പെട്ടതായ അല്ലെങ്കിൽ ജനിച്ചു വളർന്ന ആ ചുറ്റുപാടുകളിൽ ജീവിച്ച് കളിമൺ പ്രതിമകളെയും പൂജകളും പൂജാമന്ത്രങ്ങളും മറ്റ് ആഭിചാര ക്രിയകളും പിന്നെ കാഴ്ചകളും ജൽപ്പനങ്ങളും ആരാധനകളും മറ്റ് പലവിധമായുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട ഒരു പക്ഷെങ്കിൽ ഒരു സ്വാമിയായിട്ടൊക്കെ വേണമെങ്കിൽ എന്ന് അവിടെ തുടരാമായിരുന്നു. എന്നാൽ ഈ ഒരു അനുഭവം, ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നത് കൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചതുപോലെ എല്ലാ ചർച്ചക്കാരെയും, പിതൃഭവനത്തെയും, സ്വജനത്തെയും, അതുപോലെ തുടർന്ന് വന്നതായ പാരമ്പര്യത്തെയും ഒക്കെ വിട്ട്
ദൈവത്തെ അറിയുവാൻ ദൈവം കൃപ ചെയ്തു. അതൊരു പക്ഷെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ വെച്ചോ മറ്റേതെങ്കിലും ജീവിത സാഹചര്യത്തിലോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ഒക്കെ കടന്നുപോയപ്പോൾ സംഭവിച്ചതാണെങ്കിൽ പോലും അതിനനുകൂലമായ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി. ചില സാമ്പത്തിക നഷ്ടം, ചില ആരോഗ്യ നഷ്ടങ്ങൾ, കഷ്ടങ്ങളൊക്കെ അതിന് മറുവിലയായിട്ട് കൊടുക്കേണ്ടി വന്നെങ്കിലും നമ്മുടെ ജീവന്റെ മറുവിലയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ആകയാൽ ആ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ നിത്യജീവൻ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് സ്വീകരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി കൈക്കൊള്ളുവാനും ആ ദൈവത്തിന്റെ മകനായി ദൈവസന്നിധിയിൽ തീരുവാനും ദൈവം സഹായിച്ചു. ഇന്ന് പാലക്കാട് പാർത്തുകൊണ്ട് വടക്കാഞ്ചേരിയിലെ സുവിശേഷ ദൗത്യവുമായിട്ട് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവദാസനെ ദൈവം സഹായിക്കട്ടെ. കുടുംബമായിട്ട് ദൈവം അതിനായി ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച അരോമ TV പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതല്ല ഏതെങ്കിലും കാരണത്താൽ ഞങ്ങളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മാത്രം ഞങ്ങളെ മെസ്സേജ് ആയിട്ട് വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.